ആരും കാണുന്നില്ലല്ലോ സാറേ. ആരും കാണുന്നില്ല. നമുക്കിപ്പോ തുടങ്ങാം കേട്ടോ. അപ്പൊ ഈ നേരായതുകൊണ്ട് ചിലപ്പോ പറ്റാത്തായിരിക്കും. അതെ. ആർക്കൊക്കെ ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് തുടങ്ങിയല്ലോ. സൺഡേ നമ്മള് ഇതാണ്ടല്ലോ. ഓക്കെ അല്ലേ? വളരെ വെച്ച് തുടങ്ങാം. അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ബ്ലോക്കാണ്, സബാൾട്ടൻ പെർസ്പെക്റ്റീവ്സ്. അതിൽ 2 ആളുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് BR അംബേദ്കർ, മറ്റൊന്ന് ഡേവിഡ് ഹർദിമാൻ എന്ന് പറഞ്ഞിട്ട് 2 ആളുകളെ കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. ആരും വരുമോ ഇനി? ഓക്കെ, എന്നാലും നമുക്ക് നോക്കല്ലേ. ഇപ്പൊ വെയിറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ, സൺഡേ ആയതുകൊണ്ട്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും സബാൾട്ടൻ പെർസ്പെക്റ്റീവ്സ്, അതുപോലെ അംബേദ്കർ, ഇവരെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇതില് പറയുന്നത്. ഓക്കെ, സബാൾട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബാൾട്ടൻ സ്റ്റഡീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും.
ഈ സബാൾട്ടൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കീഴ്പ്പെടുത്തൽ എന്നാണ്. നമ്മൾ സബോർഡിനേഷൻ എന്നൊക്കെ പറയില്ലേ, സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയില്ല, അതുപോലെ കീഴ്പ്പെടുത്തൽ എന്നാണ് അതുകൊണ്ട് അർത്ഥം 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 ഇതാക്കുന്നത്. പ്രധാനമായിട്ടും കീഴാള ജനവിഭാഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് പൊതുവെ ഈ ഒരു സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് നമ്മൾ പറയാം. സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊളോണിയൽ അല്ലെങ്കിൽ ദേശീയ ചരിത്ര രേഖകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ രേഖപ്പെടുത്താത്തതോ ആയ സാധാരണ ജനവിഭാഗങ്ങളുടെ ചരിത്രത്തെയും അവരുടെ വീക്ഷണങ്ങളെയും പുറത്തു കൊണ്ടുവരികയാണ് ഈ ഒരു സബാൾട്ടൻ സ്റ്റഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന, ഈ ഒരു സബാൾട്ടൻ പെർസ്പെക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും അതുപോലെ ലോകരാജ്യത്തും ഒക്കെ എന്താണ്, ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ, മുഖ്യധാരയിൽ വരാത്ത അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് എന്ത് പറയാ, സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പാർശ്വവൽക്കരിക്കപ്പെട്ട, അപ്പൊ നമുക്കിത് പറയാം, എത്ര സബാൾട്ടൻ സ്റ്റഡീസ് എന്താന്നൊരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്, കൊളോണിയൽ അല്ലെങ്കിൽ ദേശീയ ചരിത്ര രേഖകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ രേഖപ്പെടുത്താത്തതോ ആയ സാധാരണ ജനവിഭാഗങ്ങളുടെ ചരിത്രത്തെയും അവരുടെ വീക്ഷണത്തെയും പുറത്തു കൊണ്ടുവരികയാണ് കീഴാള പഠനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഒറ്റ മിനിറ്റ്. സാറേ കേൾക്കുന്നില്ല. മൈക്ക് മ്യൂട്ട് ചെയ്താ, സോറി. ഓക്കെ അല്ലേ? അപ്പൊ സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കൊളോണിയൽ അല്ലെങ്കിൽ ദേശീയ ചരിത്ര രേഖകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ രേഖപ്പെടുത്താത്തതോ ആയ സാധാരണ ജനവിഭാഗങ്ങളുടെ ചരിത്രത്തെയും അവരുടെ വീക്ഷണത്തെയും പുറത്തു കൊണ്ടുവരികയാണ് ഈ ഒരു കീഴാള പഠനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വാക്ക് സബാൾട്ടൻ എന്ന് പറയുന്ന ഒരു വാക്ക് കീഴാളർ എന്നാണ് കേട്ടോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ കീഴാള വിഭാഗം എന്നാണ് സബാൾട്ടൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണ് ഭരണവർഗത്തിന്റെ മേധാവിത്വത്തിന് വിധേയരായ സാമൂഹ്യ ഗ്രൂപ്പുകളെ വിവരിക്കാൻ ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ആരാണ് ഈ ഒരു പദം ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണ് ഭരണവർഗത്തിന്റെ മേധാവിത്വത്തിന് വിധേയരായ സാമൂഹ്യ ഗ്രൂപ്പുകളെ വിവരിക്കാനാണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഈ അന്റോണിയോ ഗ്രാംഷി സബാൾട്ടൻ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത്. ഇന്ത്യയില് ഇന്ത്യയില് കീഴാള സബാൾട്ടൻ സോഷ്യോളജിയുടെ ഏറ്റവും സ്വാധീനമുള്ള ആള് BR അംബേദ്കർ ആണ്. അദ്ദേഹം ദളിതരുടെ ശാക്തീകരണത്തിനും വിമോചനത്തിനും വേണ്ടിയിട്ടാണ് തന്റെ കീഴാള തത്വചിന്ത നിലനിർത്തിയത്. അംബേദ്കർ പ്രസ്ഥാനത്തിന് ശേഷമാണ് ദളിത് എന്ന പദം സാമൂഹികവും രാഷ്ട്രീയമായ ബോധത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റിൽ സോറി കേട്ടോ, സോറി. അപ്പോ അംബേദ്കറിന് ഇതാണ് ഈ കീഴാള സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അംബേദ്കർ ആണ്. ഓക്കെ, BR അംബേദ്കർ ഐത്ത് ജാതിയായി കണക്കാക്കപ്പെടുന്ന മഹർ ദളിത് സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ബ്രിട്ടീഷ് സൈന്യത്തിൽ സുബേദാർ, ഒരു ആർമി പോസ്റ്റ് ആണ്, സുബേദാറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു. കുട്ടിക്കാലത്ത് സ്കൂളിൽ കടുത്ത വിവേചനം അദ്ദേഹം അനുഭവിച്ചു. ക്ലാസ്സിനുള്ളിൽ ഇരിക്കാൻ അനുവാദമില്ലാതെ മാറ്റി നിർത്തപ്പെട്ടു.
കുടിവെള്ള പാത്രങ്ങൾ തൊടാൻ അവകാശമില്ലാത്തത് ഇതിരുന്നതിനാൽ ഉയർന്ന ജാതിക്കാരനായ ഒരാള് മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമേ കുടിക്കാൻ സാധിച്ചിരുന്നു ഉള്ളൂ. പിയൂണില്ലാത്ത ദിവസങ്ങളിൽ വെള്ളമില്ലാതെ കഴിയേണ്ടി വന്നു. ഈ അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം പിന്നീട് നോ പിയൂൺ നോ വാട്ടർ എന്ന് എഴുതിയത്. കാരണം ജാതീയത ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തികളിൽ ഒരാളാണ് ആര്? അംബേദ്കർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, അംബേദ്കർ നമുക്കറിയാം ഇന്ത്യയുടെ തന്നെ എന്താണ് പ്രഥമ നിയമമന്ത്രിയൊക്കെ ആയിരുന്നു. പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്കൂളുകളിലൊക്കെ സ്കൂൾ സമയത്തൊക്കെ പലതരത്തില്, പ്രത്യേകിച്ച് വെള്ളം കുടിക്കാൻ പോലുള്ള അവകാശമില്ലായിരുന്നു. പിയൂണ് സാധാരണയായിട്ട് സ്കൂളത്തെ പിയൂണ് മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അവര് വെള്ളം താഴ്ന്ന് കുടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പിയൂണില്ലാത്ത ദിവസങ്ങൾ എന്താണ് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ സ്കൂൾ ജീവിതം. അതിനടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് നോ പിയൂൺ നോ വാട്ടർ എന്ന് പറയുന്നത്. പിന്നീട് 1897 കുടുംബം മുംബൈയിലേക്ക് മാറിയപ്പോൾ എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിലെ ഒരേ ഒരു അയിത്ത ജാതിക്കാരനായ വിദ്യാർത്ഥിയായി അദ്ദേഹം പഠിച്ചു. പിന്നീട് ബോംബെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത എൽഫിൻസ്റ്റൺ കോളേജിൽ ചേർന്ന മഹർ സമുദായത്തിലെ ആദ്യത്തെ അംഗമായി മാറി. ജസ്റ്റ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പറയുന്നത് 1912 ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദം നേടി. 1915 ജൂണില് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഫിലോസഫി, ആന്ത്രപ്പോളജി എന്നിവ പഠിച്ച് MA ബിരുദം പൂർത്തിയാക്കി. ഓക്കെ, 1916 രണ്ടാമത്തെ MA ബിരുദത്തിനായി നാഷണൽ ഡിവൈഡൻഡ് ഓഫ് ഇന്ത്യ ഹിസ്റ്റോറിക് ആൻഡ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയുന്ന ഒരു പ്രബന്ധം സമർപ്പിച്ചു. 1916 മെയ് 9 അലക്സാണ്ടർ ഗോൾഡൻ വീസറുടെ മുന്നിൽ കാസ്റ്റ് ഇൻ ഇന്ത്യ ദയർ മെക്കാനിസം ജെനിസിസ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന പ്രബന്ധം അവതരിപ്പിച്ചു. 1927 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ് PhD നേടി. ഓക്കെ, ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. പ്രധാനമായിട്ട് ഈ പുസ്തകങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. Untouchables, Who Were the Shudra, State and Minorities, Emancipation of the Untouchables, Annihilation of Caste. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു ഓവർവ്യൂ, അതുപോലെ സബാൾട്ടൻ സ്റ്റഡീസ് എന്താന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് വ്യൂസ് ഓൺ കാസ്റ്റ്, കൺസെപ്റ്റ്സ് ഓഫ് ദളിത് ആൻഡ് അംബേദ്കർ മൂവ്മെന്റ്. ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചും മറ്റും അതുപോലെ ദളിത് അതുപോലെ അംബേദ്കർ മൂവ്മെന്റിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇന്ത്യൻ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. ഈ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും ഒരു ഹൈറാർക്കിയൽ കാറ്റഗറീസിൽ തിരിക്കുന്നുണ്ട്. അതായത് ജാതി വ്യവസ്ഥയിൽ നമുക്കറിയാലോ ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള ആ ഒരു ഇതുണ്ട് എന്നുള്ളത്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ജാതി വ്യവസ്ഥ എന്നത് ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഹിന്ദു നിയമങ്ങളാൽ ഇന്ത്യയിലെ ശാന്തരും അനുസരണയുള്ളവരുമായ ജനവിഭാഗങ്ങളുടെ മേലില് നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പ്രധാന സ്ഥാപനമാണ് എന്ന് പറയുന്നത്. അംബേദ്കർ പറയുന്നത് എന്താ വെച്ചാല് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒന്നൊന്നുമല്ല. ഹിന്ദു നിയമങ്ങള് ഇന്ത്യയിലെ ശാന്തരും അനുസരണയുള്ളവരുമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ മേലെ നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പ്രധാന സ്ഥാപനമാണ് ജാതി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠയും ശ്രദ്ധയും ഇന്ത്യൻ സമൂഹത്തിലെ താഴ്ന്ന ജാതിക്കാരോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ കുറിച്ചായിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും കൺസേൺ ആയത് ഈ ജാതി വ്യവസ്ഥ കാരണം താഴ്ന്ന ജാതിക്കാർ അല്ലെങ്കിൽ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹം കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തത് അദ്ദേഹത്തിന്റെ പഠനങ്ങൾക്കും മറ്റുമൊക്കെ. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ഈ ജാതി എന്ന് പറയുന്നത് ഹിന്ദു നിയമങ്ങളാൽ ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഇതാണ് ജാതി എന്നുള്ളതാണ്. ദളിത് എന്ന പ്രധാനം ഷെഡ്യൂൾഡ് ക്ലാസുകൾ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് അയിത്ത് ജാതിക്കാരെയോ മർദ്ദിത വിഭാഗങ്ങളെയോ ആണ് അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹം ദളിതിന് കൊടുത്തൊരു ഇതാണ്. ദളിതിന് അദ്ദേഹം എന്താ പറയുന്നത്, ഷെഡ്യൂൾഡ് ക്ലാസുകളെ, ഷെഡ്യൂൾഡ് SC നമ്മൾ പറയുമല്ലോ, അവരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് അയിത്ത് ജാതിക്കാരെയോ മർദ്ദിത വിഭാഗങ്ങളെയോ അടയാളപ്പെടുത്തുന്നത്.
സമൂഹത്തിലെ എല്ലാത്തരം മർദ്ദിതരും ചൂഷിതരുമായിട്ടുള്ള ജനവിഭാഗങ്ങളെ ദളിത് എന്ന പദം ഉൾക്കൊള്ളുന്നു. അപ്പൊ സമൂഹത്തില് ഏതൊക്കെ വിഭാഗത്തില് എല്ലാത്തരം എന്തൊക്കെ രീതിയിൽ മർദ്ദിതരായിട്ടുള്ള ആളുകളും അതുപോലെ ചൂഷണം നേരിടുന്നവരായിട്ടുള്ള ജനവിഭാഗങ്ങളെയാണ് ദളിത് എന്ന പദം കൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഹിന്ദു മൂല്യങ്ങൾക്കും പെരുമാറ്റച്ചട്ടങ്ങൾക്കും അനുസൃതമായി രാഷ്ട്രീയ വർഗീകരണത്തിൽ നിന്ന് പരമ്പരാഗതമായി ഉയർന്നു വന്ന ഒരു മൂല്യവ്യവസ്ഥയുടെ സംസ്കാരത്തിന്റെ അടിച്ചമർത്തലാണിത്. അതായത് ഈ ദളിത് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദു മൂല്യങ്ങൾ, ഒരു ഹിന്ദു മതത്തിന് ഒരു മൂല്യം ഉണ്ടാവുമല്ലോ, ഈ ഹിന്ദു മൂല്യങ്ങൾക്കും പെരുമാറ്റച്ചട്ടങ്ങൾക്കും അനുസൃതമായി രാഷ്ട്രീയ വർഗീകരണത്തിൽ നിന്ന് പരമ്പരാഗതമായി ഉയർന്നു വന്ന ഒരു മൂല്യവ്യവസ്ഥയുടെ അല്ലെങ്കിൽ എന്താണ് സംസ്കാരത്തിന്റെ അടിച്ചമർത്തൽ. അതായത് സപ്രഷൻ ഓഫ് ദ വാല്യൂ സിസ്റ്റം ഓഫ് ഓർ കൾച്ചർ. നമുക്കൊരു മൂല്യവ്യവസ്ഥ ഉണ്ടാവില്ലേ, ഇന്ന മൂല്യങ്ങൾ, അതുപോലെ സംസ്കാരം. അപ്പൊ അതിന്റെ ഒക്കെ ഒരു അടിച്ചമർത്തലാണ് ഈ ഒരു ദളിത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ജാതി ശ്രേണിയുടെ ഏറ്റവും താഴെ തട്ടിലാണ് അയിത്ത ജാതിക്കാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവര് വ്യത്യസ്ത പേരുകളിലൊക്കെ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഇവരെ ഹരിജൻ എന്ന് വിളിച്ചു. ഹരി എന്നാൽ ദൈവം എന്നും ജൻ എന്നാൽ ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെന്നുമാണ് അർത്ഥം. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ മനുഷ്യൻ എന്നാണ്. അപ്പൊ മഹാത്മാഗാന്ധി ഈ ദളിതരായിട്ടുള്ള വിഭാഗങ്ങളെ ഹരിജൻ എന്നാണ് വിളിച്ചത്. ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നുള്ള അർത്ഥത്തിലും ജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നുള്ള അല്ലെങ്കിൽ മനുഷ്യർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പൊ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ മനുഷ്യർ എന്നുള്ള രീതിയിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആദ്യമായിട്ട് സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ജാതിക്കാരുടെ ലിസ്റ്റിനെ സൂചിപ്പിക്കാൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇങ്ങനെ ഒരു പദം ആദ്യമായിട്ട് വന്നത്. പ്രാദേശികമായി താഴ്ന്ന വിഭാഗങ്ങൾ ശൂദ്രർ, ചണ്ടാളർ, അവർണർ തുടങ്ങിയിട്ടുള്ള പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ദളിതരായിട്ടുള്ള ആളുകൾ അറിയപ്പെടുന്ന പേരുകളാണ് ശൂദ്രർ, ചണ്ടാളർ, അവർണർ തുടങ്ങിയ പേരുകളൊക്കെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അംബേദ്കർ ദളിതരെ അന്ത്യ എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി എന്താണ് ഹരിജൻ എന്ന് വിളിച്ചപ്പോ അംബേദ്കർ ദളിതരെ അന്ത്യ എന്നാണ് വിശേഷിപ്പിച്ചത്. കാരണം അവർ ഗ്രാമത്തിലെ ഏറ്റവും പുറം അതിർത്തികളിൽ ജീവിക്കാൻ നിർബന്ധിതരായവരാണ്. ഓക്കെ, ഗ്രാമങ്ങളുടെ ഏറ്റവും പുറം അതിർത്തികളിൽ ജീവിക്കാൻ നിർബന്ധിതരായവരാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ദളിതര് അക്കാലത്ത് തകർക്കപ്പെട്ട മനുഷ്യരുടെ ഒരു വംശ പരമ്പരയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ രാജ്യത്തെ യഥാർത്ഥ നിവാസികളാണ്. അതായത് അംബേദ്കർ പറയുന്നത് ദളിതർ എന്ന് പറയുന്നത് തകർക്കപ്പെട്ട മനുഷ്യരുടെ ഒരു ഇന്ത്യയിൽ ബാക്കിയുള്ള ആളുകളൊക്കെ വന്നിട്ട് തകർക്കപ്പെട്ട മനുഷ്യരുടെ ഒരു വംശ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ യഥാർത്ഥ നിവാസികളാണ് ദളിതരെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു സമർത്ഥപൂർണമായ സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിലൂടെ ദളിതരെ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങളെ പൂർണ്ണമായിട്ട് വിമോചിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി ഹിന്ദു മതത്തിന്റെ ചട്ടക്കൂടുകളെ തകർക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപ്പൊ ഹിന്ദു മതത്തിലുള്ള ചട്ടക്കൂടുകൾ തകർത്താൽ മാത്രമേ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു സമത്വപൂർണമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതി കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം നൽകുകയും, കാരണം വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദളിതരെ ഉദ്ധരിക്കുകയും അത് അവരുടെ അവകാശങ്ങൾക്കായിട്ട് സംഘടിക്കാനും സമരം ചെയ്യാനും അവരെ പ്രേരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മറ്റാരെക്കാളും നന്നായി അറിയുന്നത് തങ്ങൾക്ക് തന്നെയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതായത് ദളിതർക്കാണ് അവരുടെ അവസ്ഥ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായപ്പോൾ സ്വന്തം അവകാശങ്ങൾക്കായിട്ട് പോരാടാൻ അദ്ദേഹം താഴ്ന്ന വിഭാഗങ്ങളെ പ്രചോദിപ്പിച്ചു. താഴ്ന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി പോരാടിയപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ജാതിയോ വർഗമോ ഇല്ലാതെ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് ഇപ്പൊ നമ്മളിപ്പോ താഴ്ന്ന വർഗങ്ങൾക്ക് വേണ്ടി പോരാടുകയാണെങ്കിൽ പോലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവര് ജാതിയോ വർഗമോ ഇല്ലാതെ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ജനന സ്ഥലത്തിന്റെയോ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും ഉണ്ടാവരുത്. അതിനാൽ ദളിത് എന്ന ആശയം അംബേദ്കറുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഉൽപ്പന്നമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഈ ഒരു ദളിത് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ശാസ്ത്ര അതുപോലെ മനുസ്മൃതി അതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്.
ഇന്ത്യൻ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ ദുർബല വിഭാഗങ്ങളെ കഠിനമായി വിവേചനം ചെയ്യുന്നു അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഉള്ളതാണല്ലോ, അതെന്താണ് ദുർബല വിഭാഗങ്ങളെ കഠിനമായിട്ട് എന്ത് ചെയ്യുന്നു, വിവേചനം ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ജാതി വ്യവസ്ഥയുടെ ഈ ഒരു മർദ്ദക സ്വഭാവം പ്രചരിപ്പിച്ചത്, ഈ ഒരു ജാതി ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരിപ്പിച്ചത് മനുസ്മൃതി പോലെയുള്ള പവിത്രമായ ശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ എന്താണ് വിശുദ്ധ ഗ്രന്ഥങ്ങളോ ആയിരുന്നു. മനുസ്മൃതി പോലെ ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളും മറ്റൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഇത് ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിച്ചത്. ഇവ താഴ്ന്ന ജാതിക്കാർക്ക് കഠിനമായ ശിക്ഷകൾ നൽകാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു മനുസ്മൃതിയില് ഒരു ഉദ്ധരണി പറയുന്നുണ്ട്, എന്താണ്, ഒരു ശുദ്ധൻ ബ്രാഹ്മണന് മതം ഉപദേശിക്കാൻ ധിക്കാരപൂർവ്വം തുനിഞ്ഞാൽ രാജാവ് അവന്റെ വായിലും ചെവിയിലും തിളച്ച് എണ്ണ ഒഴിക്കണം. അതായത് ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഹൈറാർക്കിയിൽ താഴെയുള്ള ആള്, അവൻ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും മതം ഉപദേശിക്കാൻ പോവുകയാണെങ്കിൽ, ഉപദേശിക്കാരപൂർവ്വം തുനിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് അവന്റെ വായിലും ചെവിയിലും തിളച്ച എണ്ണ ഒഴിക്കണം. അത്രയും ഒരു ഇതാണ് പറയുന്നത്. ബ്രാഹ്മണ സംസ്കാരം, അതായത് താഴ്ന്ന ജാതിക്കാരെ വിവേചനം ചെയ്യുന്ന ബ്രാഹ്മണ സംസ്കാരത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇതിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശവും സംസാര സ്വാതന്ത്ര്യവും ഒക്കെ പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെട്ടു എന്നാണ് അംബേദ്കർ പറയുന്നത്. എങ്ങനെ? ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ മാറിയില്ലേ, ഇപ്പൊ ജാതീയത അത്ര വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ കാലത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഈ ജാതി വിവേചനത്തോടും അൺടച്ചബിലിറ്റിയോടുള്ള പ്രതിഷേധമായിട്ട് 1927 ഒരു കോൺഫറൻസിൽ വെച്ച് അദ്ദേഹം പരമ്പരാഗത ഹിന്ദു ഗ്രന്ഥമായിട്ടുള്ള മനുസ്മൃതിയുടെ കോപ്പികൾ പരസ്യമായിട്ട് അപലപിക്കുകയും അതിന് തീരുകയും ചെയ്തു. ഓക്കെ, 1927 ഡിസംബർ 25 തന്റെ 100 കണക്കിന് അനുയായികൾക്ക് മനുസ്മൃതിയുടെ കോപ്പികൾ കത്തിക്കാൻ ഉത്തരവ് നൽകി. അങ്ങനെ അതുകൊണ്ട് എല്ലാ വർഷവും ഡിസംബർ 25 മനുസ്മൃതി ദഹന ദിനമായിട്ട് എല്ലാ അംബേദ്കറൈറ്റുകളും ദളിതരും ആചരിച്ചു വരും. ഓക്കെ, അപ്പൊ മനുസ്മൃതി ദഹന ദിനം ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 25 അതായത് ഇതിനുള്ള ഒരു ജാതി വിവേചനത്തോടുള്ള ഒരു പ്രതിഷേധമായിട്ട് മനുസ്മൃതി കത്തിക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പിന്നീട് അംബേദ്കറുടെ പ്രസ്ഥാനം ദളിത് ബഹുജൻ സമാജ് എന്ന പേരിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേരാണ് ദളിത് ബഹുജൻ സമാജ്. ഇത് ജ്യോതിറാവ് ഫൂലെ, പെരിയാർ, EV രാമസ്വാമി നായ്ക്കർ എന്നിവരുടെ കീഴാള പ്രത്യയശാസ്ത്രങ്ങളെ ഉൾക്കൊണ്ടായിരുന്നു. ഈ ഒരു ദളിത് ബഹുജൻ സമാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുൻകാലത്ത് ഉണ്ടായിരുന്ന ജ്യോതിറാവ് ഫൂലെ, EV രാമസ്വാമി നായ്ക്കർ ഇവരുടെയൊക്കെ കീഴാള പ്രത്യയശാസ്ത്രങ്ങള് അല്ലെങ്കിൽ സബാൾട്ടൻ ഐഡിയോളജീസ് ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള ബ്രാഹ്മണത്തെ വിമർശിക്കാനാണ് അദ്ദേഹം തന്റെ ദേശീയത രൂപപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ ദേശീയ പ്രസ്ഥാനം അടിസ്ഥാനപരമായി ഹിന്ദുത്വത്തിനും ബ്രാഹ്മണത്തിനും വിരുദ്ധമായ ആന്റി ഹിന്ദു ആൻഡ് ആന്റി ബ്രാഹ്മണിക്കൽ. ഓക്കെ, കാരണം ഈ ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണരാണല്ലോ മറ്റുള്ളവരെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുക. അപ്പൊ അതിനെതിരെയുള്ള ഒരു വിരുദ്ധ സ്വഭാവമായിട്ടായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം ദേശീയതയെ അടിച്ചമർത്തലിന്റെയും അഭിലാഷങ്ങളുടെയും ഒരു പുതിയ വീക്ഷണവുമായിട്ട് കൂട്ടിച്ചേർത്തു. ജാതിയോ വർഗമോ ഇല്ലാത്ത, ജനന സ്ഥലത്തിന്റെയോ ജോലിയുടെ പേരിൽ വിവേചനമില്ലാത്ത ഒരു സമത്വപൂർണമായിട്ടുള്ള സമൂഹം സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വീക്ഷണം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത് എന്താണ്? ദേശീയത എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തരത്തിലുള്ള വ്യത്യാസം ആളുകളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല, എല്ലാം സമത്വപൂർണ്ണമായിരിക്കണം. ഓക്കെ, ജാതി, വർഗം, ജനനസ്ഥലം, ജോലി ഇതിന്റെ പേരിലൊന്നും വിവേചനമില്ലാത്ത ഒരു സമത്വപൂർണമായിട്ടുള്ള സമൂഹമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നീട് ദളിത് പ്രശ്നങ്ങൾ വ്യക്തമായിട്ട് വിശകലനം ചെയ്യാൻ അംബേദ്കർ ഒരു ഡെമൺസ്ട്രേറ്റീവ് സമീപനമാണ് ഉപയോഗിച്ചത്. ഡെമൺസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ആ സമയത്ത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള വൂ വേർ ദ ശൂദ്രാസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. അതുപോലെ ദ അൺടച്ചബിൾസ് ഇതാണ്. അപ്പൊ തനിക്ക് തന്നെ അദ്ദേഹം എന്നും ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കാറ് ഒന്നെങ്കിൽ പ്രോഗ്രസീവ് റാഡിക്കൽ, പുരോഗമന തീവ്രവാദി എന്നും
അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഡെമോൺസ്ട്രേറ്റീവ് സമീപനത്തിന് 2 പുസ്തകങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൂ വെർ ദ ശൂദ്രാസ്, ദ അൺടച്ചബിൾസ് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിനെ വിളിക്കാറ് എന്താണ്? പുരോഗമനപരമായ തീവ്രവാദി, അല്ലെങ്കിൽ എന്താണ് പുരോഗമനപരമായിട്ടുള്ള യാഥാസ്ഥികൻ എന്ന വിശേഷണം അദ്ദേഹം തന്നെ നൽകി. അദ്ദേഹത്തിനെ തന്നെ ചിലപ്പോൾ ഇങ്ങനെയാണ് വിളിക്കാറ്, പ്രോഗ്രസീവ് റാഡിക്കൽ, അതായത് പുരോഗമനപരമായിട്ടുള്ള തീവ്രവാദി, അല്ലെങ്കിൽ പ്രോഗ്രസീവ് കൺസർവേറ്റീവ്, പുരോഗമനപരമായിട്ടുള്ള യാഥാസ്ഥികൻ. ഓക്കെ, അദ്ദേഹത്തെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ സാഹോദര്യം എന്ന ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിക്കായിട്ട് ആഹ്വാനം ചെയ്തു. കേവലം സമത്വത്തിനോ പരസ്പര ബഹുമാനത്തിനോ ഉപരിയായിട്ട് കമ്മ്യൂണിറ്റി എന്ന ആശയത്തിനായിരുന്നു അദ്ദേഹം മുൻഗണന നൽകിയത്. അതായത് ഫ്രഞ്ച് റവല്യൂഷനിലെ ഒരു പ്രധാനപ്പെട്ടതായിരുന്നു ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യം. ഈ ഒരു ആശയം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിക്കായിട്ട് ആഹ്വാനം ചെയ്തത്. കേവലം സമത്വത്തിനോ പരസ്പര ബഹുമാനത്തിനോ ഉപരിയായിട്ട് കമ്മ്യൂണിറ്റി എന്നൊരു ആശയത്തിന് അദ്ദേഹം മുൻഗണന നൽകി. ഭരണകൂടത്തിന്റെ നിർണായക പങ്ക് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം രാജ്യത്തിനായി ഭരണഘടന നിർമ്മിക്കുന്നതിൽ വ്യാപൃതനായി. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സാമ്പത്തിക ജനാധിപത്യത്തെ പിന്തുണക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കാരണം ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു അംബേദ്കർ. ഭരണകൂട സമ്പദ് വ്യവസ്ഥയിലെ ഇടപെടലുകൾ ഭരണകൂടത്തിന്റെ അവകാശങ്ങളെ അടിസ്ഥാനമാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ഭരണകൂടം സമ്പദ് വ്യവസ്ഥയിൽ ആ രീതിയിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അതുപോലെ ഭാഷാപരവും സാംസ്കാരികമായിട്ടുള്ള അവകാശവാദങ്ങള്, വംശീയ സ്വത്വങ്ങള് എന്നിവയിൽ ഊന്നിയ ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇരകളാക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ, അതായത് ഇന്ത്യ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടല്ലോ, അതിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇരകളാക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷ വിഭാഗത്തെയും നിയമവാഴ്ചകളെയും പിന്തുണച്ചു. ഓക്കെ, ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണനകള് ജനാധിപത്യത്തെ കൂടുതൽ വളർത്തുമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് പറയുന്നത്. പിന്നെ മാർക്സിസവുമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അംബേദ്കറെ മാർക്സിസം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നാലും ഈ മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവരും ഈക്വൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ. സോഷ്യലിസത്തിലെ ചില കണ്ടെത്തലുകളെയും തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യത്തെയും അദ്ദേഹം പൂർണ്ണമായിട്ടും നിരസിച്ചു. അതായത് മാർക്സിസത്തിലുള്ള ഒരു പ്രധാനപ്പെട്ടതാണ് എന്ത്, തൊഴിലാളി വർഗത്തിന്റെ സ്വേച്ഛാധിപത്യം, അതുപോലെ സോഷ്യലിസം, ഇതിനെ അദ്ദേഹം പൂർണ്ണമായിട്ട് നിരസിച്ചു എന്നുള്ളതാണ്. അതുപോലെ സ്വയം നിയന്ത്രണവും സമൂഹത്തിനൊരു ധാർമ്മിക അടിത്തറയും നൽകുന്ന ബുദ്ധമതത്തിന് ഈ ഒരു സോഷ്യലിസ്റ്റ് പ്രൊജക്റ്റിലെ പുരോഗതി നികത്താൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. അതായത് ഈ മാർക്സിസത്തിലെ സോഷ്യലിസത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് ഈ ബുദ്ധമതത്തിലുള്ള സെൽഫ് കൺട്രോൾ, അതുപോലെ ധാർമ്മിക അടിത്തറ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ അത് നികത്താൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി മാർക്സിസവും ബുദ്ധമതവും തമ്മിലുള്ള ഒരു സംവാദത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത് മാർക്സിസ്റ്റ് ആശയങ്ങളും ബുദ്ധമതത്തിലെ ചില കാര്യങ്ങളും തമ്മിലുള്ള ഒരു സംവാദത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബുദ്ധമതത്തെ മാർക്സിസ്റ്റിന്റെ പാതയിലും മാർക്സിസത്തെ ബുദ്ധമതത്തിന്റെ പാതയിലും പരസ്പരം പ്രതിഷ്ഠിക്കാൻ അംബേദ്കർ ആഗ്രഹിച്ചു. അതായത് ബുദ്ധമതത്തെ മാർക്സിസത്തിന്റെ കുറെ കാര്യങ്ങൾ എടുക്കുക, മാർക്സിസത്തിൽ ബുദ്ധമതത്തിന്റെ കാര്യങ്ങൾ എടുത്തിട്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സൃഷ്ടിക്കാൻ അംബേദ്കർ ആഗ്രഹിച്ചു. ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുക. അതെന്താണ്, ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതിദത്തമല്ല, ഹിന്ദു നിയമങ്ങളാൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ചൈത്യജാതിക്കാര്, മർദ്ദിത എന്നിവരെ സൂചിപ്പിക്കുന്നതാണ് ദളിത് എന്ന് പറയുന്നത്. ഗാന്ധിജി അവർക്ക് ഹരിജൻ എന്നുള്ള പേര് കൊടുത്തു. പിന്നെ വിദ്യാഭ്യാസമായി മാത്രമേ അവകാശങ്ങൾക്കായി സംഘടിക്കാനും സമരം ചെയ്യാനും എന്ന് അദ്ദേഹം സാധിക്കുമെന്ന് പറഞ്ഞു. താഴ്ന്ന ജാതിക്കാർക്ക് കഠിന ശിക്ഷ നൽകുന്ന ബ്രാഹ്മണ സംസ്കാരത്തിന്റെ ഗ്രന്ഥം സംസാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിന്റെ പേരിൽ മനുസ്മൃതിയുടെ കോപ്പികൾ പരസ്യമായി കത്തിച്ചു അദ്ദേഹം. പിന്നീട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ദളിത് ബഹുജൻ സമാജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ദളിത് പ്രശ്നങ്ങൾ പഠിക്കാൻ ഡെമോൺസ്ട്രേറ്റീവ് സമീപനം അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം തന്നെ ഒരു പ്രോഗ്രസീവ് റാഡിക്കൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് കൺസർവേറ്റീവ് എന്നാണ് വിളിച്ചിരുന്നത്. ഫ്രറ്റേണിറ്റി, ഫ്രഞ്ച് വിപ്ലവത്തിലെ ഫ്രറ്റേണിറ്റി അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. DPSP, അതിന് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണനയൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടു. പിന്നെ തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യത്തെ അദ്ദേഹം നിരസിച്ചു. സോഷ്യലിസത്തിന് ധാർമ്മിക അടിത്തറ നൽകാൻ ബുദ്ധമതത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ,
ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഡേറ്റ് ഒന്ന് പറയാമോ? മനുസ്മൃതിയുടെ കോപ്പി കത്തിച്ച ഡേറ്റ് 1927 ഡിസംബർ 25. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സാറേ, ഈ മനുസ്മൃതി നിന്നല്ലേ കൂടുതൽ ഭരണഘടന പിന്നെ രൂപീകരിക്കുന്നതിന് മനുസ്മൃതി നിന്നല്ലേ കൂടുതൽ ഉദ്ധരിച്ചിരിക്കുന്നത്? എങ്ങനെ? മനുസ്മൃതി നിന്നല്ലേ കൂടുതൽ ഉദ്ധരിച്ചിരിക്കുന്നത് ഈ ഭരണഘടന രൂപീകരിക്കുന്നതിൽ? ഉണ്ട്, കുറെ ഭാഗങ്ങളുണ്ടല്ലോ. അത് വേറൊരു ഭാഗമല്ലേ. ഇത് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളാണ് പറയുന്നത്. അല്ല, അദ്ദേഹമായിരുന്നല്ലോ അതിന്റെ ചെയർമാനായിട്ട് വന്നത്. അപ്പം മനുസ്മൃതിയെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നില്ലേ? അത് മൂപ്പര് മാത്രല്ലല്ലോ അത് ചെയ്തിട്ടുള്ളത്. കൂടുതലും മനുസ്മൃതിയെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതൽ മാത്രല്ലല്ലോ, മനുസ്മൃതിയുടെ ചെറിയ ഭാഗങ്ങളല്ലേ അതില് ഉപയോഗിച്ചിട്ടുള്ളൂ. ഉണ്ട്, കുറെ ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കാം. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ മറ്റൊരു കൺസെപ്റ്റ് ആണ് അനിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമ്മാർജ്ജനം. ഇത് അദ്ദേഹത്തിന്റെ ഒരു എങ്ങനെ എന്താണ് എന്താ പറഞ്ഞേ? എന്നീ പറഞ്ഞു, എനിക്ക് ക്ലിയർ ആയില്ല. അനിലേഷൻ ഓഫ് കാസ്റ്റ് 1936 ലാഹോറിലെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനും അച്ചടിച്ച് വിതരണം ചെയ്യാനായി അംബേദ്കർ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രബന്ധമാണ് എസ്സേ ആണ് അനിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഉപന്യാസത്തില് അംബേദ്കർ ഹിന്ദു മതത്തെ ശക്തമായിട്ട് വിമർശിച്ചു. ഹിന്ദു മതത്തിനുള്ളിൽ ഒട്ടനവധി പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഭിന്നതകളും വിഭജനങ്ങളും ഉണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓക്കെ, അത് ആ ഒരു അനലൈഷന്റെ ഒരു ഇതാട്ടോ. അപ്പോൾ അനലൈഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിലുള്ള പ്രത്യയശാസ്ത്രം ഭിന്നതകളും വിഭജനങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രബന്ധമായിരുന്നു. 1935 അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തി. ഞാൻ ഹിന്ദു ആയിട്ടാണ് ജനിച്ചതെങ്കിലും ഹിന്ദുവായി മരിക്കില്ല. ഹിന്ദു മതം ഒരു മർദ്ദക മതം ആണെന്ന് വ്യക്തമായി അദ്ദേഹം മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് വർണ്ണവ്യവസ്ഥയെ ജനകീയമാക്കിയ ആര്യ സമൂഹത്തിന്റെ അധപതനത്തിന് വിരുദ്ധമായിരുന്ന ബുദ്ധമതം എന്ന് അദ്ദേഹം വാദിച്ചു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ ശാക്തീകരിക്കുന്നതിനുള്ള ഒരു ശക്തമായ പ്രസ്ഥാനത്തിന്റെ പാതയായി ബുദ്ധസംഘം മാറി. അങ്ങനെ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറണം. ബുദ്ധമതത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള പുതിയ ഒരു വ്യാഖ്യാനം അംബേദ്കർ ബുദ്ധമതം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഈ അനലൈഷൻ ഓഫ് കാസ്റ്റിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പിന്നീട് എന്താവുന്നത് ഈ ഒരു ഇതിലേക്ക് ബുദ്ധമതത്തിലേക്ക് വരുന്നത്. ചരിത്രപരമായ സാമൂഹ്യ പരിവർത്തനത്തെ അംബേദ്കർ 3 പ്രധാന ഘട്ടമായിട്ട് തരംതിരിച്ചു. ഒന്ന് വൈദിക സമൂഹവും അതിന്റെ ആര്യ സമൂഹത്തിലേക്കുള്ള അധപതനം, അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്താണ് ബുദ്ധമതത്തിന്റെ ഉദയവും അതുണ്ടാക്കിയിട്ടുള്ള സാമൂഹിക ധാർമ്മിക മാറ്റങ്ങളും. മൂന്നാമത്തെ ബ്രാഹ്മണരുടെ പ്രതിവിപ്ലവം, കൗണ്ടർ റവല്യൂഷനും ബ്രാഹ്മണത്തിന്റെ ഉജ്ഞാനവും. ഒരു മലയാള വാക്കാണ്. അപ്പൊ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചരിത്രപരമായിട്ടുള്ള സാമൂഹ്യ പരിവർത്തനത്തെ അദ്ദേഹം തരംതിരിച്ചത്. ഒന്ന് വേദിക് സൊസൈറ്റി, വൈദിക സമൂഹം, അതിന്റെ ആര്യ സമൂഹത്തിലേക്കുള്ള അധപതനം, ബുദ്ധമതത്തിന്റെ ഉദയം, ഇതുണ്ടാക്കിയിട്ടുള്ള സാമൂഹിക ധാർമ്മിക മാറ്റങ്ങളും. മൂന്നാമത്തതാണ് ബ്രാഹ്മണരുടെ കൗണ്ടർ റെവല്യൂഷൻ എന്ന് പറയുന്ന ഇതിനോടുള്ള ഒരു ഇത്. അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന ലിറ്റററി വർക്കുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒന്ന് ബുദ്ധ ഹനിസ് ധർമ്മ. ഈ ഒരു ബുദ്ധ ഹനിസ് ധർമ്മ എന്ന കൃതിയിലൂടെ അദ്ദേഹം പറയുന്നത് ബുദ്ധന്റെ പ്രബോധനങ്ങളെ സമകാലിക പ്രസക്തിയോടും മനുഷ്യത്വത്തോടുള്ള ആദരവോടും കൂടി അദ്ദേഹം അവതരിപ്പിച്ചു. ബുദ്ധന്റെ ഇതിനെ സമകാലിക പ്രസക്തിയോടും മനുഷ്യത്വത്തോടുള്ള ആദരവോടും കൂടി അവതരിപ്പിച്ചു. ബുദ്ധമതത്തിന്റെ പ്രത്യയശാസ്ത്രം ഹിന്ദു മതത്തിന് പൂർണ്ണമായും വിരുദ്ധമാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഓക്കെ, മറ്റൊരു പുസ്തകമായിരുന്നു റിഡിൽസ് ഇൻ ഹിന്ദുയിസം. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് റിഡിൽസ് ഇൻ ഹിന്ദുയിസം എന്ന് പറയുന്നത്. അതിൽ ഹിന്ദു പുണ്യഗ്രന്ഥങ്ങളെയും ഇതിഹാസങ്ങളെയും കഠിനമായി വിമർശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. വെവ്വേറെ അധ്യായങ്ങളായി കയ്യെഴുത്ത് പ്രതികൾ പിന്നീട് ഒരുമിച്ച് ചേർത്ത് പ്രസിദ്ധീകരിച്ചപ്പോൾ രാജ്യത്തുടനീളം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ 2 പുസ്തകങ്ങളാണ്. ഒന്ന് ബുദ്ധമതത്തിൻ്റെത് ബുദ്ധ ധർമ്മ എന്ന് പറയുന്നത്, ബുദ്ധൻ ഹനിസ് ധർമ്മ. രണ്ടാമത്തെ റിഡിൽസ് ഇൻ ഹിന്ദുയിസം എന്ന് പറയുന്നത്.
അനിലേഷൻ ഓഫ് കാസ്റ്റില് അദ്ദേഹം വ്യക്തമാക്കുന്നത് ശാസ്ത്രങ്ങളുടെ പവിത്രതയെ കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതാക്കുകയും അവയുടെ അധികാരം പൂർണ്ണമായി നിരസിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് യഥാർത്ഥ ജാതിരഹിത സമൂഹം സൃഷ്ടിക്കാനുള്ള ഏക മാർഗം. അതായത് ഒരു ജാതിരഹിത സമൂഹത്തെ കുറിച്ചാണല്ലോ അദ്ദേഹം പറയുന്നത്, കാസ്റ്റിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ ഈ ഒരു ഇത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ശാസ്ത്രങ്ങളുടെ പവിത്രതയെ കുറിച്ചുള്ള ചിന്തകൾ ഇല്ലാതാക്കുക. അതായത് ഇപ്പൊ ശാസ്ത്രത്തിന് നമ്മൾ പവിത്രത കൊടുക്കുക, അവയുടെ അധികാരം പൂർണ്ണമായിട്ട് നിരസിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. തന്റെ മരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 1956 ഒക്ടോബർ 16 അദ്ദേഹം ഔദ്യോഗികമായി ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ഐക്യത്തോടുള്ള കടുത്ത അമർഷം കാരണം അദ്ദേഹം ഹിന്ദു മതത്തിനെതിരെ ശക്തമായിട്ട് സമരം ചെയ്തു. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ടുള്ള കാസ്റ്റ് എൻഡോഗമി ആണെന്ന് അദ്ദേഹം മുന്നിൽ പറഞ്ഞു. കാസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത്, പ്രധാന സവിശേഷത ആയിട്ട് അദ്ദേഹം പറയുന്നത് നോക്കിക്കണ്ടത്, കാസ്റ്റിന്റെ ഒരു സവിശേഷത ആയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? കാസ്റ്റ് എൻഡോഗമി. നമ്മൾ ഇന്നലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വജാതി വിവാഹം എന്നുള്ളതാണ്. ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ അനലൈസേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു എസ്സെയാണ് ലാഹോറിൽ പ്രസംഗിക്കാനുള്ള. നെക്സ്റ്റ് അതിൽ പറയുന്നതാണ് അൺടച്ചബിലിറ്റി ആൻഡ് കാസ്റ്റ് ഓപ്പോസിഷൻ. ജാതി അധിഷ്ഠിതമായ തൊഴിൽ വിഭജനത്തെയും ജാതികൾക്കിടയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനുള്ള വിലക്കിനെയും അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. അതായത് നമുക്ക് മുന്നത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ വിഭജനം ഉണ്ട്, ഓരോ ജാതിക്കും ഓരോ തൊഴിലുണ്ട് എന്നുള്ളതൊക്കെ. അതുപോലെ ജാതികൾക്കിടയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ഒരു വിലക്ക്, ഭക്ഷണം കഴിക്കല്ല, ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു വിലക്ക്, അതിനെ രണ്ടിനെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതായത് അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കമ്പനി ആരംഭിച്ചപ്പോൾ അക്കൗണ്ടായും പ്രൈവറ്റ് ട്യൂട്ടറായും ജോലി ചെയ്തപ്പോഴും അദ്ദേഹം അയിത്ത് ജാതിക്കാരനാണെന്ന് അറിഞ്ഞതോടെ ക്ലയന്റുകൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ആ സംരംഭങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ഓക്കെ, അതായത് അദ്ദേഹം എന്താണ്, ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കമ്പനി ആരംഭിച്ചു, അതുപോലെ അക്കൗണ്ടന്റ് ആയും പ്രൈവറ്റ് ട്യൂട്ടറായൊക്കെ ജോലി ചെയ്തു. പക്ഷെ അതുവരെ അയാൾ അയിത്ത് ജാതിക്കാരെന്ന് അറിയില്ലായിരുന്നു. അതാണ് അറിഞ്ഞതോട് കൂടി ക്ലയന്റുകൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് അത് പറയുന്നത്. ഈ ഒരു വിവേചനങ്ങൾ അദ്ദേഹത്തിന്റെ വെയിറ്റിംഗ് ഫോർ വിസ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1918 മുംബൈയിലെ സിഡൻഹാം കോളേജിൽ പ്രൊഫസറായി നിയമിതനായപ്പോൾ മറ്റു പ്രൊഫസർമാർ അദ്ദേഹത്തോടൊപ്പം പൊതുജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് ശക്തമായിട്ട് എതിർത്തു. അപ്പൊ ഈ ജാതീയതയുടെ ഇതാണ് അവിടെ പറയുന്നത്. അതുപോലെ ജാതി പേര് എന്നത് സാമൂഹിക ഘടനയിലെ അസമത്വത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ജാതി എന്നത് ഹിന്ദു മതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സമൂഹത്തിന്റെ പൊതുവായ ബന്ധങ്ങളെ തകർക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. ജാതിയുടെ ശക്തമായിട്ടുള്ള വേരുകളെ ബലഹീനമാക്കാൻ അദ്ദേഹം ഇന്റർ കാസ്റ്റ് മാരേജും ഇന്റർ ഡൈനിങ്, അതായത് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പ്രായോഗിക പരിഹാരങ്ങളായിട്ട് നിർദ്ദേശിച്ചു. അതായത് ഈ ജാതിയുടെ ഇത് ഒഴിവാക്കാൻ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള 2 വഴിയാണ്. ഒന്ന് ഇന്റർ ഡൈനിങ്ങും ഇന്റർ കാസ്റ്റ് മാരേജും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 രൂപീകരിക്കുന്നതിനുള്ള സൗത്ത് ബൊറോ കമ്മിറ്റിക്ക് മുന്നിൽ സൗത്ത് ബൊറോ കമ്മിറ്റിക്ക് മുന്നിൽ അംബേദ്കറിനെ വിളിച്ചു ആ കമ്മിറ്റി. ഈ സെഷനിൽ അയിത്ത് ജാതിക്കാർക്കും മറ്റു മതവിഭാഗങ്ങൾക്കും പ്രത്യേക വോട്ടർ പട്ടികയും സംവരണം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയായാലും വേണ്ട റെക്കമെൻഡേഷൻസ് ഒക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് ചോദിക്കാൻ. അപ്പൊ അതിൽ അംബേദ്കറിനെ വിളിച്ചപ്പോൾ അംബേദ്കർ പറഞ്ഞ 2 കാര്യങ്ങള്, അയിത്ത് ജാതിക്കാർക്കും മറ്റ് മതവിഭാഗങ്ങൾക്കും പ്രത്യേക വോട്ടർ പട്ടികയും സംവരണം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞത്. ബോംബെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടയിൽ ദളിതരെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ബഹിഷ്കൃത ഹിതകാരിണി സഭ അധിസ്ഥിതരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയും വിദ്യാഭ്യാസ ക്ഷേമതയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. പിന്നീട് ദളിത് അവകാശങ്ങൾ പ്രചരിപ്പിക്കാനായി അദ്ദേഹം മൂക് നായക്, ബഹിഷ്കൃത് ഭാരത്, ഇക്വാലിറ്റി ജനത എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു. അപ്പൊ ദളിതരുടെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഈ 3 കാര്യങ്ങൾ അദ്ദേഹം ആരംഭിച്ചത്. ഒന്നതാണ് മൂക് നായക്, ബഹിഷ്കൃതി ഭാരത്, ഇക്വാലിറ്റി ജനത. 1927 അയിത്തത്തിനെതിരെ അദ്ദേഹം സജീവ സമരങ്ങൾ ആരംഭിച്ചു. പൊതു കുടിവെള്ള സ്രോതസ്സുകൾ, പൊതു കുടിവെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനും ദളിതർക്ക് വെള്ളം എടുക്കാനുള്ള അവകാശത്തിനായി അദ്ദേഹം മഹാദിൻ
ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സത്യാഗ്രഹമൊക്കെ നയിച്ചു. കൂടാതെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിനായും അദ്ദേഹം പോരാടി. അതുപോലെ അയിത്തത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് പകരം ശൂദ്രർക്ക് പ്രത്യേക സ്വത്വം നിർമ്മിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം സ്വയം നോൺ ബ്രാഹ്മണായി അടയാളപ്പെടുത്തുകയും നാഗരികതയുടെ ചിന്താ പ്രക്രിയയിൽ സുപ്രധാനമായൊരു നാഗ സ്വത്വം നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപോലെ ആദിമ ഗോത്രവർഗങ്ങളെ കുറിച്ച് അദ്ദേഹം ബ്രിട്ടീഷുകാർ ഇവരെ കുറ്റവാളി ഗോത്രങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. ഹിന്ദുമതം ഇവരെ നാഗരികതയ്ക്ക് പുറത്തുള്ളവരായും മനുഷ്യത്വരഹിതമായ തലത്തിലുമാണ് കണ്ടിരുന്നത്. അതായത് ട്രൈബൽസിനെ, താഴ്ന്ന ജാതിക്കാരും അയിത്ത ജാതിക്കാരും ചേർന്ന ഒരു പൊതു മണ്ഡലം, കോമൺ കോൺസ്റ്റിറ്റ്യുവൻസി രൂപീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു, വിശ്വസിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡെമോക്രസി അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അംബേദ്കർ വളരെ പ്രശസ്തനാണ്. അംബേദ്കറുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സമൂഹം എന്നത് സമത്വവും സാഹോദര്യവും വളരെ അനുവദിക്കാത്തൊരു ഘടനയാണ്. പൗരന്മാർക്ക് അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കാന് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. മനസ്സിലായോ? ഈ നമ്മുടെ പൗരന്മാർക്ക് അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംരക്ഷണം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം മുകളിലേക്ക് പോകുന്തോറും ബഹുമാനം കൂടുന്നതും താഴേക്ക് വരുന്തോറും അപമാനം കൂടുന്നതുമായിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യൻ സമൂഹത്തെ, അതായത് മുകളിലേക്ക് പോകുന്തോറും ബഹുമാനം കൂടും. അതായത് ഇപ്പൊ ബ്രാഹ്മണർ ആരും നമ്മൾ ബഹുമാനിക്കുമല്ലോ. താഴേക്ക് വരുന്തോറും അപമാനം കൂടുന്നതുമായിട്ടുള്ള ജാതി വ്യവസ്ഥ. ഇത് താഴേക്ക് വരുന്ന ഈ ശൂദ്ര വൈശ്യാവർക്ക് ഒരു അപമാന രീതിയിലുള്ള ഇതാണല്ലോ ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലാണ് ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം പറഞ്ഞത്. മുകളിലേക്ക് പോകുന്തോറും ബഹുമാനം കൂടുന്നതും താഴേക്ക് വരുന്തോറും അപമാനം കൂടുന്നതുമായിട്ടുള്ള ഒരു ജാതീയ വ്യവസ്ഥയാണ് ഇന്ത്യക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിദേശ ഭരണത്തോട് അദ്ദേഹത്തിന് തുറന്ന സമീപനമാണ് സ്വീകരിച്ചത്. നിലവിലുള്ള സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ ഇടപെട്ടാൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകുമെന്ന് ഭയത്താൽ ചില സാമൂഹിക തിന്മകൾ ഇല്ലാതാക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നിസ്സംഗത കാണിച്ചു. അതായത് ബ്രിട്ടീഷുകാർ വിചാരിച്ചു കഴിഞ്ഞാലും ചില തിന്മകളൊക്കെ ഒഴിവാക്കാൻ പറ്റിയിരുന്നു. പക്ഷെ അവരതിലെന്താണ് ശ്രമിച്ചില്ല. അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഭയത്താൽ അവരെന്ത് ചെയ്തു, ഇതിലൊരു നിസ്സംഗത ഒക്കെ കാണിച്ചു. 1947 ഓഗസ്റ്റ് 15 നെഹ്റുവിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. അതുപോലെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് അദ്ദേഹം നിയമിതനായി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പു നൽകുന്നു. മതസ്വാതന്ത്ര്യം, അൺടച്ചബിലിറ്റി, എല്ലാത്തരം വിവേചനങ്ങൾ തടയൽ തുടങ്ങിയിട്ടുള്ള വിപുലമായിട്ടുള്ള സിവിൽ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇത് സംരക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യം എന്നതൊരു ഗവൺമെന്റിന്റെ രൂപം മാത്രമല്ല, മറിച്ച് അതൊരു സാമൂഹിക സംഘടന രൂപമാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സാമൂഹിക നീതി പ്രകടിപ്പിക്കാൻ ജനാധിപത്യം അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹം ഈ ഒരു ജനാധിപത്യത്തെ വളരെയധികം പോസിറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. രാഷ്ട്രീയ ജനാധിപത്യം, സാമൂഹിക ജനാധിപത്യം, സാമ്പത്തിക ജനാധിപത്യം എന്നിവയുടെ എത്തിച്ചേരലാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടുള്ളൊരു ഇതുണ്ടാവണം. ഇത് മൂന്നും ഒത്തുചേരുമ്പോഴേ യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. രാഷ്ട്രീയ ജനാധിപത്യം കൈവരിക്കുന്നതിലൂടെ മാത്രമേ യഥാർത്ഥ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക ജനാധിപത്യത്തെ പിന്തുണക്കുന്നതായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് രൂപീകരിക്കുന്നത്. ഇതിലിപ്പോ എന്താണ് നിലവിലായത്? നമ്മുടെ ഭരണഘടന 395 ആർട്ടിക്കിളുകളും 12 പാർട്ടും 12 ഷെഡ്യൂളുകളും ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ. സ്വതന്ത്രാനന്തരം അംബേദ്കറെ മാർക്സിസത്തെ സ്വാധീനിച്ചിരുന്നെങ്കിലും തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യത്തെ അദ്ദേഹം നിരസിച്ച ഭരണമാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടത്. ഇനി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുക. അനലൈസേഷൻ ഓഫ് കാസ്റ്റ്, ഹിന്ദു മതത്തിലെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഭിന്നതകളെ അദ്ദേഹം വിമർശിച്ചു. ആ ഒരു എസ്സയുടെ പേരായിരുന്നത് അനലൈസേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. ജാതിരഹിത സമൂഹത്തിനായി ശാസ്ത്രങ്ങളുടെ അധികാരം നിരസിക്കാൻ ആഹ്വാനം ചെയ്തു.
സാധാരണക്കാരെ ശാക്തീകരിക്കാൻ ബുദ്ധമതത്തിന് പുതിയ വാഗ്ദാനം നൽകി. സാമൂഹിക പരിവർത്തനത്തിന് 3 ഘട്ടങ്ങൾ അദ്ദേഹം നൽകി. പിന്നെ ജാതി പേര്, തൊഴിൽ വിഭജനം, അതുപോലെ ഇന്റർലൈനിങ് ഇല്ലായ്മ എന്നിവയൊക്കെയാണ് അസമത്വത്തിന്റെ ലക്ഷണങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞത്. അതിന് പരിഹാരമായിട്ട് മിശ്ര വിവാഹം, ഇന്റർകാസ്റ്റ് മാരേജും ഇന്റർലൈനിങ്ങും അദ്ദേഹം നിർദ്ദേശിച്ചു. ദളിത് അവകാശങ്ങൾക്കായി സംഘടനകളും മാഗസിനുകളും സ്ഥാപിച്ചു. ശൂദ്രക്കായിട്ട് ഒരു സ്വത്വം നിർദ്ദേശിച്ചു. ഇന്ത്യൻ സമൂഹം മുകളിലേക്ക് ബഹുമാനവും താഴേക്ക് അപമാനമുള്ള ജാതി ശ്രേണിയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമൂഹിക സംഘടന രൂപമാണ്, ഒരു പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്, അല്ലാതെ ഒന്ന് മാത്രമല്ല, ഇത് മൂന്നും പാടെ കൂടിയിട്ടുള്ള ഒരു സംയോജനമാണ്. തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യത്തെ അദ്ദേഹം നിരസിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. ഒന്നുകൂടെ പറയാ, സബാൾട്ടൻ പെർസ്പെക്റ്റീവ്സ്, കിയാള ഭരണവർഗ മേധാവിത്വത്തെ വിശകലനം ചെയ്ത് ആന്റോണിയോ ഗ്രാംഷിയാണ് ഈ ഒരു ടേം കൊണ്ടുവന്നത്. കിയാള വർഗത്തെ കുറിച്ചുള്ള ചരിത്രമാണ്. ഈ അംബേദ്കർ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു ദളിത് ഐഡന്റിറ്റി പറ്റി മറ്റുമൊക്കെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഏതെങ്കിലും ഭാഗം പറയണോ? ഓക്കെയാണ് സർ. സാറേ, അൺടച്ചബിലിറ്റിന്റെ കാസ്റ്റ് ഓപ്പോസിഷൻ അതൊന്നുകൂടി പറയാൻ സാധിക്കുമോ? അൺടച്ചബിലിറ്റിയുടെ കാര്യം ഒന്നുകൂടി, ആ സമയത്ത് എന്റെ നെറ്റ് കട്ടായി പോയിരുന്നു. അതിൽ പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ജാതി അധിഷ്ഠിതമായിട്ടുള്ള തൊഴിൽ വിഭജനം, അതുപോലെ ജാതികൾക്കിടയിലുള്ള ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനുള്ള വിലക്കിനെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. ഓക്കെ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഈ ജാതി പേരാണ് പിന്നെ ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം കണ്ടത്. അപ്പൊ ഈ ഒരു ഇത് ഒഴിവാക്കണമെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർകാസ്റ്റ് മാരേജും ഇന്റർലൈനിങ്ങും ആണ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ. കാരണം വ്യത്യസ്ത കാസ്റ്റിൽ പെട്ട ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഈ ഒരു മാരേജ് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം ഇല്ലാതാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പം അത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്റർ കാസ്റ്റ് മാരേജ് ആവുന്നതുകൊണ്ട് ആ ടച്ചബിലിറ്റി ഇതൊന്നും ഇപ്പൊ ഇല്ല. ശരിക്കും ആ മാരേജ് ഏറെക്കുറെ ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഏറെക്കുറെ ഒഴിവായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോഴും കാണും. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു 3 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് തുടങ്ങാം. നെക്സ്റ്റ് യൂണിറ്റ്.
തുടങ്ങാം. തുടങ്ങല്ലേ? ഓക്കെ. ഇനി അതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയണോ? ഓക്കെ ആണോ? ഓക്കെ സാറേ. നെക്സ്റ്റ് ഡേവിഡ് ഹർദിമാനെ കുറിച്ചാണ്. ഇതില് പ്രധാനമായിട്ടും ആദ്യം ഈ ഒരു സബാൾട്ടൻ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമൂഹം ഒരു സബാൾട്ടൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാ വെച്ചാല് വ്യവസായ സമൂഹങ്ങളിലെ കൃത്യമായിട്ടുള്ള ഒരു വർഗ വിഭജനമില്ലാത്ത സമൂഹങ്ങളിലെ ആധിപത്യത്തെയും കീഴടങ്ങലിനെയും സൂചിപ്പിക്കാൻ. അതായത് ഇപ്പോ സ്വാഭാവികമായിട്ടൊരു ആധിപത്യം ഉണ്ടാവുമല്ലോ വ്യവസായ സമൂഹങ്ങളിലെ, ഒരു വർഗ വിഭജനമില്ലാത്ത സമൂഹങ്ങളിൽ ക്ലാസ്സുകളുള്ള ആ രീതിയിൽ ആധിപത്യത്തെയും കീഴടങ്ങലിനെയും സൂചിപ്പിക്കാനാണ് സബാൾട്ടൻ എന്ന പദം ഉപയോഗിക്കുന്നത്. ആന്റോണിയോ ഗ്രാംഷിയാണ് ഇത് ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ത്യയിൽ 1970-കളിൽ ഡേവിഡ് ഹർദിമാൻ പോലെയുള്ള ഒരു കൂട്ടം ചരിത്രകാരന്മാർ ചേർന്നാണ് താഴ്ന്ന തട്ടിലുള്ള ജനവിഭാഗങ്ങളുടെ വീക്ഷണത്തിൽ പഠിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഓൾറെഡി ഈ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കീഴാള ജനവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് എന്നുള്ളത്. അപ്പോൾ 1970-കളിൽ ഡേവിഡ് ഹർദിമാൻ പോലെയുള്ള ഒരു കൂട്ടം ചരിത്രകാരന്മാർ ചേർന്നാണ് താഴെത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. രഞ്ജിത്ത് ഗുഹ ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. സബാൾട്ടൻ സ്റ്റഡീസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സബാൾട്ടൻ സ്റ്റഡീസ് കളക്റ്റീവ്. ഗ്രാംഷിയൻ, അതായത് ആന്റോണിയോ ഗ്രാംഷിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവര് ഗ്രാംഷ്യൻ തത്വങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ ദക്ഷിണേഷ്യൻ ചരിത്രം പുനർവായിക്കാൻ വേണ്ടി ആരംഭിച്ചു. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ വരുന്നത് ഇങ്ങനെയാണ്. 1970 രഞ്ജിത്ത് ഗുഹ രൂപീകരിച്ച സബാൾട്ടൻ സ്റ്റഡീസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സബാൾട്ടൻ സ്റ്റഡീസ് കളക്റ്റീവ് ഈ ആന്റോണിയോ ഗ്രാംഷി തത്വങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ ദക്ഷിണേഷ്യൻ ചരിത്രം പുനർവായിക്കാൻ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് സബാൾട്ടൻ സ്റ്റഡീസ് എന്ന പേരില് പുസ്തക പരമ്പരകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഈ പരമ്പരയിലെ 8ാം വാല്യം എഡിറ്റ് ചെയ്തത് ഡേവിഡ് ഹർദിമാൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ 1981 തുടങ്ങിയിട്ടുള്ള സബാൾട്ടൻ സ്റ്റഡീസ് എന്ന പേരിൽ പുസ്തക പരമ്പരകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങുകയും ഈ ഒരു പരമ്പരയിലെ 8ാമത്തെ വോളിയം കോഡിറ്റ് ചെയ്ത ആള് ഡേവിഡ് ഹർദിമാൻ ആയിരുന്നു. കൊളോണിയൽ ഭരണാധികാരികളുടെയോ അല്ലെങ്കിൽ ദേശീയ നേതാക്കളുടെയോ ചരിത്രത്തിന് മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള പരമ്പരാഗത ചരിത്ര രചനകളെ ഈ ഒരു സമീപനം വിമർശിച്ചു. അതായത് നിലവിലുണ്ടായിരുന്ന ചരിത്ര രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ദേശീയ നേതാക്കളുടെ ചരിത്രത്തിന് മാത്രം, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കൊരു പ്രാധാന്യമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരുടെ ചരിത്രം ഇത്തരം രേഖകളിൽ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടിരുന്നു. താഴ്ന്ന വിഭാഗത്തെ അവഗണിച്ചുകൊണ്ടുവരുന്നതായിരുന്നു. ഈ ഒരു പ്രവണത മാറ്റാന് ഹർദിമാന് പ്രാദേശിക തലത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങള്, താഴെത്തട്ടിൽ നിന്നുള്ള ഗാന്ധിയൻ നേതൃത്വം, ഗ്രാമീണ സമൂഹത്തിലെ അധികാര ഘടനകള്, ഗോത്രവർഗ പ്രസ്ഥാനങ്ങള്, ഇതിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പൊ അതായത് ഒരു താഴ്ന്ന വിഭാഗത്തിൽ ഒരു പ്രാധാന്യം ഇല്ലാത്ത രീതിയിൽ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊരു മാറ്റാന് ഡേവിഡ് ഹർദിമാനെ പോലെയുള്ള ആളുകള് പ്രാദേശിക തലത്തിലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ, ഇപ്പൊ നമ്മള് ലോക്കലായിട്ട് വരുന്ന താഴെത്തട്ടിൽ നിന്നുള്ള ഗാന്ധിയൻ നേതൃത്വം, ഗാന്ധിയൻ ഐഡിയോളജി ആയിട്ട് താഴെത്തട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല, ഗ്രാമീണ സമൂഹത്തിലെ അധികാര ഘടനകള്, ഗോത്രവർഗ പ്രസ്ഥാനങ്ങൾ, ഇതിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം നരവംശ ശാസ്ത്രത്തിൽ ഒരു ചരിത്രപരമായിട്ടുള്ള സമീപനം കൊണ്ടുവരാന് വാദിച്ചു. ഇനി ഡേവിഡ് ഹർദിമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ജനിച്ച അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് വളർന്നത്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് ഹിസ്റ്ററിയിൽ BA ബിരുദം നേടി. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിൽ തന്നെ 1980-കളിൽ ഗുജറാത്തിലെ സൂറത്തിലുള്ള സെന്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ റിസർച്ച് ഫെലോ ആയിട്ട് പ്രവർത്തിച്ചു. 1 ദശാബ്ദത്തിലേറെ കാലം ഇന്ത്യയിൽ താമസിച്ച് കൊളോണിയൽ ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങള്, ഗ്രാമീണ ജീവിതം, അധികാര ബന്ധങ്ങള്,
അതിന്റെ പരിസ്ഥിതി മെഡിക്കൽ ചരിത്രം ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചു. ഗവേഷകർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിലെ അപകടങ്ങളെ കുറിച്ചും അതുപോലെ തങ്ങളുടെ അറിവിന്റെ പരിമിതികളെ കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതായത് ഈ ഒരു ഗവേഷകർക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റൊന്നുമില്ലല്ലോ. അപ്പൊ അതില് ഈ ഒരു ഗവേഷകർ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും അതുപോലെ അവരുടെ അറിവിന്റെ പരിമിതികളെ കുറിച്ചൊക്കെ അദ്ദേഹം പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് കമ്മിങ് ഓഫ് ദേവി എന്ന് പറയുന്നത്. ദേവിയുടെ വരവ്. ഡേവിഡ് അർദിമാന് ആദിവാസികളെയും അവരുടെ അവകാശ പ്രഖ്യാപന പ്രസ്ഥാനങ്ങളെയും കുറിച്ച് പഠിച്ച് 1987 പ്രസിദ്ധീകരിച്ച ഒരു പ്രശസ്ത കൃതിയാണ്, ഒരു പുസ്തകമാണ് എന്ത് കമ്മിങ് ഓഫ് ദേവി എന്ന് പറയുന്നത്. ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിൽ നടന്ന ദേവി പ്രസ്ഥാനത്തെ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു പഠനം നടത്തിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ദ കമ്മിങ് ഓഫ് ദേവി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലെന്തെങ്ങനെ വെച്ചാല് ഈ ആദിവാസികളുടെ അവരുടെ അവകാശ പ്രഖ്യാപന പ്രസ്ഥാനത്തെ കുറിച്ച് 1987 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ദേവി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂറത്ത് ജില്ലയില്, ഗുജറാത്തിലുള്ള സൂറത്ത് ജില്ലയില് നിരവധി കൂട്ടായ്മകളെയാണ് ദേവി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അല്ല, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കുറെ അധികം കൂട്ടായ്മകൾ ചേർന്ന ഒരു പ്രസ്ഥാനമാണ് ദേവി പ്രസ്ഥാനം. ഒരു ദേവിയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആദിവാസികളുടെ ജീവിത രീതിയെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് സാധിച്ചു. ഓക്കെ, ഒരു ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, ദേവത എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ദേവിയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ആദിവാസികളുടെ ജീവിത രീതിയെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കാൻ ഈ ഒരു പ്രസ്ഥാനത്തിന് സാധിച്ചു. അർദിമാനെ ആദിവാസികൾക്കിടയിൽ ദീർഘകാലം ചെലവഴിച്ചുകൊണ്ട് ദേവിയുടെ പരിണാമത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യകാലത്ത് ഈ ദേവി വസൂരി രോഗവുമായി ബന്ധപ്പെട്ടൊരു ആരാധനാ മൂർത്തിയായിരുന്നു. ദേവിയൊക്കെ അല്ലേ നമ്മൾ ആരാധിക്കുക. അങ്ങനെ വസൂരി രോഗം ഉണ്ടായ സമയത്ത് ആളുകളുടെ ഒരു ആരാധന മൂർത്തിയായിരുന്നു, ആരാധിക്കുന്ന ഒരു ഇതായിരുന്നത്. ഈ ദേവി അതത് കാലഘട്ടങ്ങളിലെ വെല്ലുവിളികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതീകമായിട്ട് പരിണമിച്ചു. പിന്നീട് പലതരത്തിലുള്ള ആദ്യം വസൂരിക്കായിരുന്നു, പിന്നീട് വിളനാശം, വരൾച്ച തുടങ്ങിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാന്, സ്വതന്ത്ര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാനൊക്കെ ഈ ഒരു ദേവി രൂപം ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഏത് വെല്ലുവിളിയാണോ അതിനെ ഓവർകം ചെയ്തുകൊണ്ടുള്ള ഇതായിട്ട് ഈ ദേവിയുടെ രൂപം ഉപയോഗിക്കപ്പെട്ടു. ആദിവാസികൾക്കിടയിലെ ശീലങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ആദിവാസികൾക്കിടയിൽ പല രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നത് മുതൽ ദേശീയ വിദ്യാലയങ്ങളിൽ ചേരുന്നത് വരെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ ഗോത്രവർഗക്കാർക്കിടയിൽ ദേവിയുടെ സ്വാധീനം വളരെ ശക്തമാണ്. അതായത് ആദിവാസികൾക്കിടയിലുള്ള ഒരു ഒരുപാട് ശീലങ്ങൾ ഈ ഒരു ദേവിക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ജീവിതത്തില് ഡെയിലി ലൈഫിലുള്ള മാറ്റം മുതൽ ദേശീയ വിദ്യാലയങ്ങളിൽ ചേരുന്നത് വരെ ഇത്തരത്തിലുള്ള സ്വാധീനം വളരെ ശക്തമായിരുന്നു എന്നുള്ളതാണ്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡിവൈൻ. ഫസ്റ്റത്തേതാണ് ഡിവൈൻ കമാൻഡ്സ്, ദൈവിക സമ്പർക്കം. സലാബായി എന്ന ഒരു ദേവി സലാബായി എന്ന ദേവി ആത്മാക്കളുമായി സമ്പർക്കം പുലർത്തുന്നത് മാധ്യമങ്ങളിലൂടെ ആദിവാസികളോട് സംസാരിച്ചത്. മദ്യം, മാംസം ഇത് ഉപേക്ഷിക്കാൻ ദേവി അവരോട് ആവശ്യപ്പെട്ടു. അതായത് ദേവി ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? മദ്യപാനം മറ്റൊക്കെ ഒഴിവാക്കാൻ. ബോംബെ ഗവൺമെന്റ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ റിപ്പോർട്ട് അനുസരിച്ച് ദേവിയെ ആദരിക്കുന്നതിനായി 1922 നവംബർ 9 കാൺപൂർ എന്ന ഗ്രാമത്തിലാണ് ആദ്യത്തെ കൂട്ടായ്മ നടന്നത്. 2 ദിവസത്തിന് ശേഷം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതിനുശേഷമാണ് ഇത്തരത്തിലുള്ള റെക്കോർഡുകളുടെ വലിയ രീതിയിലൊക്കെ വന്നത്. അപ്പൊ ഫസ്റ്റ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത് റെക്കോർഡായിട്ട് ഇതാക്കുന്നത് ആദരിക്കുന്നതിനായി 1922 നവംബർ 9 കാൺപൂർ എന്ന ഗ്രാമത്തിൽ ആദ്യത്തെ ഒരു കൂട്ടായ്മ നടന്നത്. ആദ്യം അവരെന്താണ് സലാബായി എന്ന ദേവിയായിരുന്നു അവരോട് ഇതാക്കിയിരുന്നത്. അവരുടെ ആദ്യ കൽപ്പന എന്ന് പറയുന്നത് മദ്യം, മാംസം ഇതൊക്കെ ഉപേക്ഷിക്കാൻ ദേവി അവരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതില് അതാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡിവൈൻ എന്നുള്ള ഒരു ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ വരുന്നത് ഡിവൈൻ കമാൻഡ്സ്, ദൈവിക കൽപ്പനകൾ. അവരുടെ ശീലങ്ങളിൽ മാറ്റങ്ങൾ വരികയാണ്. മദ്യപാനം, അതുപോലെ മാംസാഹാരം ഉപേക്ഷിക്കുക, ഇതായിരുന്നു പ്രാഥമിക ദൈവിക കൽപ്പന. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ അത്. പിന്നീട് ഗാന്ധിയുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യാം.
ഗാന്ധിജിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുക, ഖാദി വസ്ത്രങ്ങൾ ധരിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ദേശീയ വിദ്യാലയങ്ങൾ ചേരുക തുടങ്ങിയിട്ടുള്ള കൽപ്പനകളും ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. നമ്മൾ ഈ പറഞ്ഞ ഈ മദ്യപാന മാംസാഹാരവും അത് പറഞ്ഞല്ലോ, അതല്ലാതെ പിന്നീട് എന്ത് ചെയ്തു, ഗാന്ധിയുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുക, ഖാദി വസ്ത്രങ്ങൾ ധരിക്കുക, ബ്രിട്ടീഷുകാർക്കെതിരായ ദേശീയ വിദ്യാലയങ്ങളിൽ ചേരുക, ഈ കൽപ്പനകളും ഇതിലേക്ക് ഇതായി. ഈ പ്രസ്ഥാനത്തെ ആദ്യമൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസമായി തള്ളിക്കളഞ്ഞിരുന്നെങ്കിലും സൂറത്ത് ജില്ലാ കളക്ടർ ആയിരുന്നില്ല M.A. മാക്മില്ല് 1921-22 കാലത്തെ വാർഷിക റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്വാധീനത്തെ ഹർദ്യമാൻ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതുമ്പാടെ ഇതെന്താ വെച്ചാൽ ആദ്യമൊക്കെ ആൾക്കാരെ വിചാരിച്ചത് എന്താണ്, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം എന്നുള്ള രീതിയിലായിരുന്നു താൽക്കാലികമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്തു എന്നുള്ളത്. പക്ഷെ അതല്ല, മാക്മില്ലിന്റെ വാർഷിക റിപ്പോർട്ടുകളിൽ ഈ ഒരു സംഗതി ഉണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് സ്പ്രെഡ് ഓഫ് ദ മൂവ്മെന്റ്. ഈ ഒരു മൂവ്മെന്റിന്റെ ഇത് മറ്റ് പ്രസ്ഥാനങ്ങൾ ഇപ്പൊ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇന്ത്യയിൽ നടന്ന മറ്റ് ആദിവാസി പ്രസ്ഥാനങ്ങളുമായിട്ട് ദേവി പ്രസ്ഥാനത്തിന് സാമ്യം ഉണ്ടതായിട്ട് ഹർദ്യമാനെ നിരീക്ഷിക്കുന്നു. അതായത് ആ ഒരു മുന്നേ അതുപോലെ നടന്ന ചില മൂവ്മെന്റുകളുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. ഒന്ന് താൻ ഭഗത് മൂവ്മെന്റ്, ഛോട്ടാ നാഗ്പൂരിലെ ഒറാവോൺ ആദിവാസികൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനം. അന്ധവിശ്വാസങ്ങളും മൃഗബലി ഉപേക്ഷിക്കാനും ഭക്ഷണശീലങ്ങൾ മാറ്റാനാണ് ഇത് ആവശ്യപ്പെട്ടത്. കൂടാതെ ആദിവാസികളല്ലാത്ത ഭൂവുടമകളുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കരുതെന്നത് കൽപ്പിച്ചു. താന ഭഗത് പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ദേവി പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആഹ്വാനങ്ങളോട് ഒരു ശക്തമായിട്ടുള്ള ഒരു ദേശീയത സ്വീകരിച്ചു. അതായത് അന്നത്തെ ഈ ഒരു പ്രസ്ഥാനം സാമ്യം ഒന്ന് താൻ ഭഗത് മൂവ്മെന്റുമായിട്ടായിരുന്നു. മറ്റൊന്ന് ബാമുജി മൂവ്മെന്റ്, ഭൂമിജി മൂവ്മെന്റ്, ഛോട്ടാ നാഗ്പൂരിലെ ഭൂമിജ് ഗോത്രക്കാർക്കിടയിൽ ഉണ്ടായ മുന്നേറ്റം. ദൈവത്തിന്റെ അവതാരമായിട്ടുള്ള ഒരു രാജാവ് വരുമെന്നും അദ്ദേഹം മദ്യം, മാംസം, മീൻ എന്നിവ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കിംവദന്തികൾ ഇവർക്കിടയിൽ പ്രചരിച്ചു. 3-4 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു രാജാവിന്റെ പേര് ഗാന്ധി മഹാത്മാ എന്ന് ഇതായിപ്പോയി. അപ്പൊ ഇതാ പറയുന്നത്, ഈ ഒരു സ്പ്രെഡ് ഇത് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്, 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇന്ത്യയിൽ നടന്ന മറ്റ് ആദിവാസി പ്രസ്ഥാനങ്ങളുമായിട്ട് ദേവി പ്രസ്ഥാനത്തിന് സാമ്യം ഉണ്ടായിരുന്നു എന്നാണ് ഹർദ്യമാൻ പറയുന്നത്. അതിനുള്ള 2 എക്സാമ്പിൾ ആണ് താൻ ഭഗത് മൂവ്മെന്റും ഭൂമിജി മൂവ്മെന്റും. രണ്ടിലും എന്താണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ ഭക്ഷണശീലങ്ങൾ മാറ്റാനും മറ്റുമൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ സോഴ്സസ്, ഈ ഒരു ഇതിനെ കുറിച്ചുള്ള സോഴ്സസ് നമുക്ക് കിട്ടുന്നത്, ഒന്ന് രേഖകളുടെ കുറവ്. ഈ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കേവലം ചെറിയ ലേഖനങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളോ ചെറിയ ഭാഗങ്ങളോ മാത്രമായിരുന്നു. ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് എഴുതപ്പെട്ട പ്രത്യേക ഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ്. അതായത് ഇതിനെക്കുറിച്ച് ചില വിവരണങ്ങള്, ചെറിയ ലേഖനങ്ങൾ, അങ്ങനെയുള്ള ചില പുസ്തകം, അങ്ങനെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് എഴുതപ്പെട്ട പ്രത്യേക ഗ്രന്ഥങ്ങളും മറ്റൊന്നും ലഭ്യമായിരുന്നില്ല. കാരണം ഗവൺമെന്റ് ഫയലുകളോ പത്ര റിപ്പോർട്ടുകളോ പോലുള്ള ആർക്കൈവൽ സ്രോതസ്സുകൾ കുറവായിരുന്നു. ആ സമയത്ത് ഇന്നത്തെ പോലെ എല്ലാം സ്റ്റോർ ചെയ്തെക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള വാമൊഴി തെളിവുകൾ മാത്രമായിരുന്നു. വാമൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരാളോട് പറയാ, അങ്ങനെയുള്ള ആ ഒരു തെളിവ് മാത്രമായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ച് അവരുടെ ജീവിതം പകരേണ്ട വലിയ ശ്രമങ്ങൾ ആവശ്യമായിരുന്നു. ഇതിനെക്കുറിച്ച് നിരവധി ശാസ്ത്രജ്ഞർക്ക് പലപ്പോഴും ചരിത്രപരമായിട്ടുള്ള കൃത്യത കുറവായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ അറിയുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വാമൊഴി ഇത് മാത്രമായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ ചരിത്രകാരന്മാരുടെ മൗനം. ചരിത്രകാരന്മാർ ഈ പ്രസ്ഥാനങ്ങളെ അവഗണിച്ചതാണ് ഹർദ്യമാൻ പറയുന്ന മറ്റൊന്ന്. കാരണം ദേശീയ സോഷ്യലിസ്റ്റ് ചരിത്രകാരന്മാർ വരച്ചു കാട്ടിയ ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന്റെ ചരിത്രവുമായി ഈ ആദിവാസികൾ പ്രസ്ഥാനങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടായില്ല. ആദിവാസികൾ സ്വയം മുൻകൈ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞില്ല. അതായത് ആദിവാസികൾ തന്നെയാണ്, ഇതിന് വേറെ പുറത്തുനിന്നുള്ള നേതൃത്വം മറ്റൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാര് ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഈ ഒരു ഇതിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ആദിവാസികളുടെ സ്വന്തം മുൻകൈ അദ്ദേഹം ജുഗദ്റാം ദവെ, 2 ആളുകളുടെ അദ്ദേഹത്തിന്റെ വർക്കായ ജുഗദ്റാം ദവെയുടെ വർക്കില് ആദിവാസികളുടെ സ്വന്തം മുൻകൈ അദ്ദേഹം പൂർണ്ണമായിട്ട് നിഷേധിച്ചു. ഗാന്ധിയുടെ വരവിന് മുമ്പ് തന്നെ മദ്യവും മാംസവും ഉപേക്ഷിക്കാനുള്ള തത്വങ്ങൾ ആദിവാസികൾക്കിടയിൽ പ്രചരിച്ചിരുന്നെങ്കിലും ദേവി പ്രസ്ഥാനം ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് ദവെ അവകാശപ്പെട്ടു. അതായത് ഈ ഇതിന്റെ കുറിച്ചുള്ള ഒരു ചരിത്രകാരന്മാരുടെ ഒരു വാക്കുകളാണ്.
ചരിത്രകാരന്മാര് ജുഗുദ്റാം ദവെ പറയുന്നത് എന്താണ്? ആദിവാസികൾ സ്വന്തം മുൻകൈ എടുത്തു എന്ന് പറയുന്നതിന് ഇതിനെ അദ്ദേഹം പൂർണ്ണമായിട്ട് നിഷേധിച്ചു. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇതിനുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊരാളാണ് മഹാദേവ് ദേശായി. ഈ പ്രസ്ഥാനത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ മാത്രം കടന്നു വന്ന ബൂർഷ സാമൂഹിക പ്രവർത്തകരുടെ പങ്കിനെ ഉയർത്തിക്കാട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതായത് ഈ ഒരു ഇതിന്റെ അവസാനം വന്നൊരിതായിരുന്നു എന്ത്, ഈ ബൂർഷ സാമൂഹിക പ്രവർത്തകരുടെ ഒക്കെ ഒരു വരവ് വരുന്നുണ്ട്. രാജ്യത്തെ ആദിവാസികൾ ഉദ്ധരിക്കാൻ പ്രവർത്തിക്കുന്ന സമർപ്പിതരായ ദേശീയവാദികളുടെ ചിത്രം സൃഷ്ടിക്കായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് ഇതായിരുന്നു പറയുന്നത്. പിന്നെ ചരിത്രകാരന്മാരുടെ മിഥ്യധാരണകൾ, ദേശീയ സോഷ്യലിസ്റ്റ് ചരിത്രകാരന്മാര് സ്വന്തമായി മിഥ്യധാരണകൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. സോഷ്യലിസ്റ്റുകളെ, മധ്യവർഗ സോഷ്യലിസ്റ്റുകളാണ് ആദിവാസികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു സോഷ്യലിസ്റ്റ് ബോധം സൃഷ്ടിച്ചതെന്നും അതിലൂടെ ആദിവാസികളുടെ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതാണ് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊന്നാണ് ഫർദർ ഡയമെൻഷൻസ് ഓഫ് അർദിമാൻ സ്റ്റഡി. അദ്ദേഹത്തിന്റെ പഠനങ്ങളുടെ മറ്റ് ഭാഗങ്ങൾ. ഒന്ന് റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള തലത്തിൽ അദ്ദേഹം ഈ ഒരു ഇതിന്റെ മറ്റു തലങ്ങൾ, ഇതിന്റെ ഈ ഒരു ഭാഗം മാത്രം നോക്കാതെ വ്യത്യസ്ത തലങ്ങളിലൂടെ അദ്ദേഹം നോക്കി. ഇതിന്റെ ഒരു റിലീജിയസ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു പഠനത്തിലൂടെ അർദിമാനെ, ആദിവാസികളെ ഒരു ഒബ്ജക്റ്റ്, ഒരു നിഷ്ക്രിയ വസ്തുക്കളായല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ തീരുമാനങ്ങൾ സ്വയം നിർണ്ണയിക്കാൻ ബോധമുള്ള ഒരു കർത്താക്കളായിട്ട് കാണാൻ ശ്രമിച്ചു. അതായത് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അതിങ്ങനെ അംഗീകരിക്കുന്ന ആ രീതിയിലുള്ള ഒരു നിഷ്ക്രിയമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് മാത്രമായിട്ട് ആദിവാസികളെ കണ്ടില്ല. അവരെന്താണ്, സ്വന്തം രാഷ്ട്രീയ തീരുമാനങ്ങൾ, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ അവർക്ക് തന്നെ നിർണ്ണയിക്കാൻ തക്ക ബോധമുള്ള ആളുകളായിട്ട് കാണാൻ ശ്രമിച്ചു. കീയാള വർഗങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നയിക്കുന്ന ബോധത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കക്കാരെ ആദിവാസികൾ തന്നെയാണെന്ന് അദ്ദേഹം അംഗീകരിച്ചു. ഈ ബോധം പ്രചരിക്കാനുള്ള പ്രധാന ഉപകരണം അവരുടെ മതവിശ്വാസവും ആചാരങ്ങളായിരുന്നു. അതുപോലെ ഈ പ്രസ്ഥാനങ്ങള് മികച്ച ഭവനങ്ങള്, പാത്രങ്ങള്, ആഭരണങ്ങൾ എന്നിവ സ്വന്തമാക്കിക്കൊണ്ട് തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ആദിവാസികളുടെ ആഗ്രഹത്തെയാണ്. അതായത് ഈ ഒരു ഇതിലൂടെ എന്താണ്, അവരുടെ ജീവിതം, മെച്ചപ്പെട്ട ഒരു ജീവിതം, അതായത് പാത്രം, ആഭരണം, ഭവനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു മെച്ചപ്പെട്ട ജീവിതം, അതിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളൊരു ആഗ്രഹത്തെയാണ് പ്രതിഫലിപ്പിച്ചത്. ഓക്കെ, അപ്പൊ അതാണ് റിലീജിയസ് ഇത് പറയുന്നത്. രണ്ടാമത്തതാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള, ഇപ്പോ മിഥ്യാധാരണകളെ തള്ളിക്കളെ. ആദിവാസികള് പ്രധാനമായിട്ടും എക്കാലത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന നാടോടികളും വേട്ടയാടി ജീവിക്കുന്നവരും ആദ്യകാല നിവാസികളാണ് എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇതുണ്ടല്ലോ, അതിനെ അദ്ദേഹം തള്ളി പറഞ്ഞു. ആദിവാസികൾ എപ്പോഴും ഒരേ സ്ഥലത്തെ അല്ലെങ്കിൽ യഥാർത്ഥ നിവാസികളല്ല, മറിച്ച് പലയിടങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. എല്ലാ ആദിവാസി ഗ്രൂപ്പുകളും നാടോടികളല്ല, പല കമ്മ്യൂണിറ്റികളും സ്ഥിരതാമസക്കാക്കി കൃഷി ചെയ്യുന്ന ആളുകളും ഉണ്ട്. എസ് ടി ദുബൈയുടെ കൃതികളെ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ആദിവാസികളുടെ ഒറ്റപ്പെടൽ ഒരു യഥാർത്ഥമല്ല എന്നാണ്. ഗോണ്ട്, ബില്ല് തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രാദേശികമായിട്ട് ആധിപത്യം പുലർത്തുന്ന ഗ്രൂപ്പുകളായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നതാണ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഇംപ്ലിക്കേഷൻസ്, അവരുടെ ഒരു പദവിയിൽ വരുന്ന വിവേചനങ്ങൾ. അതായത് ഇപ്പൊ ആദിവാസികളെ സൂചിപ്പിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ജാങ്കി ജാതി, കാളിബരാജ്, അതായത് കാളിബരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറുത്ത തൊലിയുള്ളവര് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ അനുയോജ്യമല്ലെന്ന് ആദ്യമായി വാദിച്ചു. ആദിവാസികൾ സ്വയം ഈ പേരുകൾ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവ അങ്ങേയറ്റം അപമാനകരമായിട്ട് ഒരു ഇൻസൾട്ടിങ് ഇതായിട്ട് കാണുന്നതായിരുന്നു. അതുപോലെ ഗാന്ധിജിയും അനുയായികളും ഉപയോഗിച്ചിരുന്ന പദങ്ങളായിട്ടുള്ള റാണി പരാജ്, വനവാസികൾ എന്നാണ്. അതുപോലെ വന്യജാതി, ഗിരിജൻ എന്നീ വാക്കുകളും ആദിവാസികൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ പദങ്ങളൊക്കെ ഒരു തരം അഹന്ത നിറഞ്ഞതാണ്, ഒരു കാട്ടുജാതി സ്വഭാവം അല്ലെങ്കിൽ ഒരു ബാർബരത്വം ആരോപിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ട്രൈബ് എന്ന പദത്തിന് വംശീയമായ അർത്ഥങ്ങളുണ്ട്. ആധുനിക മനുഷ്യനെ രൂപപ്പെടുത്തിയ ഉയർന്ന വംശങ്ങളുമായിട്ടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ട താഴ്ന്ന വംശങ്ങളുടെ കൂട്ടമാണ് ഗോത്രങ്ങൾ എന്ന തെറ്റായ അർത്ഥം ഇത് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇൻഫീരിയർ സുപ്പീരിയർ ആ ഒരു ഇംപ്ലിക്കേഷൻ കൂടെ അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ഇൻസൈഡർ ആൻഡ് ഔട്ട്സൈഡർ, പുറത്തുള്ളവരും അകത്തുള്ളവരും.
ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായിട്ട് ഒരു ആദിവാസി സ്വത്വം വികസിച്ചത്. കൊളോണിയൽ ഭരണാധികാരികൾ അവരുടെ ഭരണം അതുവരെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന സമൂഹങ്ങളിലേക്ക് വ്യാപിച്ചു. അതായത് കൊളോണിയൽ അധികാരികളുടെ സംരക്ഷണയിൽ ഈ ജമീന്ദാർ, ഈ ലാൻഡ് ലോഡ്സ് ഒക്കെ ഉണ്ടല്ലോ, പണമിടപാടുകാര്, വ്യാപാരികള്, ഇവരൊക്കെ ഈ ആദിവാസി മേഖലകളിലേക്ക് കടന്നു വന്നു. ഈ ഒരു കടുത്ത ചൂഷണം അവർക്കിടയിൽ ഒരു ആദിവാസി വിരുദ്ധ പുറത്തുള്ളവര്, അതായത് ആദിവാസി വിരുദ്ധമായിട്ടുള്ള പുറത്തുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നു എന്നൊരു പുതിയൊരു വർഗബോധം അവരുടെ ഇടയിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ. ഭൂമി നഷ്ടപ്പെടുകയും നിർബന്ധിത ജോലിയെടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തതോടെ എല്ലാ ഗ്രൂപ്പുകളും ചേർന്ന് ഒരു കൂട്ടായ സ്വത്വം രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് അടിച്ചമർത്തപ്പെട്ടവരുടെ ചരിത്രാന്വേഷണം, എക്സ്പ്ലോറിംഗ് ദ ഹിസ്റ്ററി ഓഫ് ദ ഒപ്രസ്ഡ്. ഇന്ത്യയില് കൊളോണിയൽ കാലഘട്ടത്തിലെ പ്രധാന ചരിത്ര പ്രമേയങ്ങളെ കുറിച്ച് അറിവ് സമ്പന്നമാക്കാൻ ആദിവാസി പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠനം സഹായിക്കുമെന്ന് അർദ്ധമാന് വിശ്വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചരിത്രത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു ഉപരിവർഗത്തിന്റെ ചരിത്രം പോലെ തന്നെ അടിച്ചമർത്തപ്പെട്ടവരുടെ ചരിത്രം, അതായത് നമുക്കൊരു ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കുക, ഇന്ത്യ നല്ല ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഉയർന്ന വിഭാഗങ്ങളുടെ ചരിത്രം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്തുകൂടെ വേണം, കീഴാള വിഭാഗത്തിന്റെ ഇതൂടെ നമ്മൾ എന്താണ് പഠിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ ഈ ഒരു വിപുലമായ പഠനം കർഷക ബോധത്തിന്റെ മതപരമായിട്ടുള്ള സ്വഭാവം, അതായത് ഈ ഒരു കീഴാള വിഭാഗത്തിന്റെ ചരിത്രം, ഈ സബാൾട്ടൻ സ്റ്റഡീസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഒന്നെന്താണ് ഈ പറഞ്ഞ കർഷക ബോധത്തിന്റെ മതപരമായിട്ടുള്ള സ്വഭാവം, കൊളോണിയൽ കാലഘട്ടത്തിന് മുമ്പുള്ള സാമൂഹ്യ ഘടനകള്, കൊളോണിയൽ ഭരണവും നിയമങ്ങളും ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങള്, ഇന്ത്യൻ കർഷക സമൂഹത്തിന്റെ പ്രധാന ഭാഗമായ ആദിവാസികൾ ഈ കഠിനമായ പുതിയ സാമൂഹ്യ വ്യവസ്ഥയോടെ എങ്ങനെ പൊരുത്തപ്പെടുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുന്നു എന്ന രീതി, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു കീഴാള ഇതിലെ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത ഭാഗങ്ങൾ. കൂടാതെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഒരു ദേശീയ സ്വഭാവം കൈക്കൊണ്ടിരുന്നതിന് ഗ്രാമതലത്തിലുള്ള ഇന്ത്യൻ ദേശീയതയെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. പ്രധാനമായിട്ടും ഈ മദ്യത്തിന്റെ, ആദിവാസികൾക്കിടയിൽ ദാരു, കള്ള് എന്നിവ ദൈവങ്ങൾക്കുള്ള വഴിപാടായിട്ടുള്ള ആചാരങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. ദാരു, അതുപോലെ കള്ളില്ലേ സാധാരണ, അത് കൊളോണിയൽ ഭരണാധികാരികളുടെ വരവോടെ ഈ ഒരു ശീലം ചൂഷണം ചെയ്യാൻ പുറത്തു നിന്നുള്ള പണമിടപാടുകാരും മതവ്യാപാരികൾക്ക് എളുപ്പത്തിൽ സാധിച്ചു. അതായത് ആദിവാസികൾക്കിടയിലുള്ള ഒരു ആചാരമായിരുന്നു ദാരു, അതുപോലെ കള്ള് എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഇത് ദൈവങ്ങൾക്കുള്ള ഒരു വഴിപാട് ആചാരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇവർ കണ്ടിരുന്നത്. അപ്പോൾ ഈ കൊളോണിയൽ ഭരണം വന്നതോടുകൂടി ഈ ഒരു ഇത് ചൂഷണം ചെയ്യാൻ ഈ പണമിടപാടുകാരും അതുപോലെ മദ്യ വ്യാപാരികൾക്കൊക്കെ എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചൂഷണ പശ്ചാത്തലത്തിൽ നിന്നാണ് പുതിയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത്. അങ്ങനെ വന്നതാണ് ദേവി പ്രസ്ഥാനം പോലെയുള്ളത്. ഈ ദേവിയുടെ കൽപ്പന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദേവിയുടെ കൽപ്പന എന്തായിരുന്നു, അതൊക്കെ ഇതിന് സഹായിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ ഒന്നുകൂടെ പറയാ, അദ്ദേഹത്തിന്റെ പുസ്തകമായിട്ടുള്ള കമ്മിങ് ഓഫ് ദേവി എന്നതിലാണ് പറയുന്നത് ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിലുള്ള ആദിവാസി മുന്നേറ്റത്തെ കുറിച്ചുള്ള ഒരു ഇതായിരുന്നു. വസൂരി ദേവിയിൽ നിന്നും സമകാലിക പ്രശ്നങ്ങളിലേക്കും സ്വതന്ത്ര സമരത്തിലേക്കും ദേവി പരിണമിച്ചു എന്ന്. ആദ്യം വസൂരി എന്ന രോഗത്തിനെതായിട്ടാണ് ദേവി അവർ ഇതാക്കുന്നത്. പക്ഷെ പിന്നീട് എന്താണ്, അവര് നേരിടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഇതിൽ ഇതായി എന്നുള്ളതാണ്. മദ്യവും മാംസവും ഉപേക്ഷിക്കാനും ഗാന്ധിയുടെ പേരിൽ എന്താണ് സത്യം ചെയ്യാനും ഖാദി ധരിക്കാനൊക്കെ കൽപ്പിച്ചു എന്നുള്ളതാണ്. അതായിരുന്നു ദേവിയുടെ പ്രധാനപ്പെട്ട കമാൻഡ്സ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. പിന്നീട് എന്താണ്, താനാ ഭഗത് ഭൂമിജി മൂവ്മെന്റുമായിട്ടൊക്കെ ഇതിന് താരതമ്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ പറ്റിയുള്ള ഔദ്യോഗികമായിട്ടുള്ള ഫയലുകൾ കുറവാണ്. കാരണം വാമൊഴി തെളിവുകളെയാണ് നമ്മൾ കൂടുതലായിട്ടും ആശ്രയിച്ചത്. പിന്നെ ആദിവാസികൾ ഒരു നിഷ്ക്രിയ വസ്തുക്കളല്ല, കർത്താക്കളായിട്ടാണ് കണ്ടത്. അവരുടെ നാടോടികളല്ല, സ്ഥിര താമസക്കാരായിട്ടുള്ള കർഷകരാണ് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ മദ്യത്തിന് ആചാരപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇത് ചൂഷണം ചെയ്യപ്പെട്ടു. ഇതിനൊക്കെയാണ് ഈ ഒരു ദേവി പ്രസ്ഥാനത്തിന്റെ വരവായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെയാണ് മാഷ. വായിക്കട്ടോ, അപ്പൊ തന്നെ മനസ്സിലാവും. നെക്സ്റ്റ്, ഫീഡിങ് ദ ബനിയ.
ബനിയ, പെസന്റ് ആൻഡ് ഉസൂസ്, പെസന്റ് ഫീഡിങ് ദ ബനിയ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും പശ്ചിമ ഇന്ത്യയിലെ കർഷകരും പണമിടപാടുകാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ളൊരു അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് ഫീഡിങ് ദ ബനിയ, പെസൻസ് ആൻഡ് ഉസൂർസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു പുസ്തകത്തിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഗ്രാമീണ ഇന്ത്യയിലെ ജീവിതത്തില് കർഷകരും പണമിടപാടുകാരും തമ്മിലുള്ള ബന്ധം വളരെ നിർണായകമായിരുന്നു. ഭരണകൂടങ്ങൾ എങ്ങനെയാണ് പണമിടപാടുകാർക്ക് പിന്തുണ നൽകുന്നതെന്നും ബനികൾ സാമ്പത്തികവും പ്രത്യയശാസ്ത്രപരമായും അധികാരം എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും ആണ് ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ പെസൻസ് ഫീഡിങ് ദ ബനിയ, പെസൻസ് ആൻഡ് ഉസൂർസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിന്റെ പേര്. അതിലാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇതിൽ ഉസൂർസിനെ കുറിച്ചാണ് പറയുന്നത്. ഉസൂർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാടുകാരാണ്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു നിശ്ചിത പലിശ നിരക്കിൽ പണം കൊടുക്കുന്ന രീതി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വളരെ സാധാരണയാണ്. അതായത് നിശ്ചിത പലിശക്ക് പൈസ കൊടുക്കുക എന്നുള്ളത്. ബാങ്കുകളുടെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ പോലുള്ള ഔദ്യോഗിക വായ്പാ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടും ഇന്ത്യയുടെ ഭൂരിഭാഗ പ്രദേശങ്ങളിലും പണമിടപാട് മേലുള്ള തങ്ങളുടെ നിയന്ത്രണം നിലനിർത്താൻ ഈ പണമിടപാടുകാർക്ക് കഴിഞ്ഞിട്ട്, അതായത് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ വന്നിട്ട് പോലും ഇത്തരത്തിലുള്ള പലിശക്കാർക്ക് ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. ഗ്രാമീണ ഇന്ത്യയിൽ ഈ പണമിടപാടുകാരെ സാഹുകാർ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് സാഹുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവർത്തികൾ ചെയ്യുന്നവർ, പൈസ കൊടുക്കുക, പലിശക്ക് പൈസ കൊടുക്കുന്നവര് സൽപ്രവൃത്തിയായിട്ടാണ് അവര് കണ്ടിരുന്നത്. മിക്ക പ്രദേശങ്ങളിലും ഈ തൊഴിൽ ചെയ്തിരുന്നത് പ്രത്യേക ജാതി വിഭാഗങ്ങളായിരുന്നു. ഗ്രാമീണർ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അർദിമാന് പറയുന്നത് ഈ പണമിടപാടുകാരുടെ ഈ നിയന്ത്രണത്തെ കേവലം സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ട് മാത്രം വിലയിരുത്താൻ കഴിയില്ല. ഈ നിയന്ത്രണം നിലനിർത്തുന്നതിന് പിന്നിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വശങ്ങൾ കൂടി പരിശോധിക്കാൻ അർദിമാന് ചരിത്രകാരന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സാമ്പത്തികതായിട്ടാണല്ലോ തോന്നുന്നത്. എന്നാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാമ്പത്തികത മാത്രമല്ല, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക വശങ്ങൾ കൂടി നമ്മൾ ഇതിന്റെ നോക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടാമത് പറയുന്നത് പെസൻസ്, ഈ കർഷകരും പണമിടപാടുകാരും തമ്മിലുള്ള ഒരു ബന്ധം. DD കോസാംബിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പണമിടപാട് രീതി 6-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഉണ്ട് എന്നാണ് DD കോസാംബി പറയുന്നത്. ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് മുതൽ ഡൽഹി സുൽത്താനേറ്റ് ഭരണം വ്യാപിക്കുകയും വ്യാപാരം വിപുലീകരിക്കുകയും ചെയ്തതാണ് സാഹുക്കാർ അല്ലെങ്കിൽ പണമിടപാടുകാര് പ്രധാന വിഭാഗമായിട്ട് ഉയർന്നു വന്നത്. സാഹുക്കാരെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സഹായം ചെയ്യുന്ന ആളുകൾ, പണം കൊടുക്കുന്ന ആളുകൾ. കർഷകർക്ക് മികച്ച ഉൽപാദനത്തിലുള്ള പണം ലഭിക്കുന്നുണ്ടെന്നും ഉൽപാദനത്തിലുള്ള മിച്ചത്തിൽ നിന്നുള്ള നികുതിയുടെ കൃത്യമായ പങ്ക് ഭരണകൂടത്തിന് ലഭിക്കുന്നുണ്ടെന്നും ഈ ഒരു സാഹുകാർമാർ വഴി ഉറപ്പാക്കപ്പെട്ടു. അതായത് ഭരണകൂടത്തിന് എന്താണ് നികുതി കിട്ടുക എന്നുള്ളതാണ് ആ ലാഭത്തിൽ നിന്ന്. അപ്പൊ അത് ഉറപ്പാക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള സാഹുകാർമാർ വഴിയായിരുന്നു. പിന്നെ കർഷകർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ഇപ്പോ പുതിയ കന്നുകാലികളെ വാങ്ങാൻ, കൃഷി ഉപകരണങ്ങൾ വാങ്ങാനൊക്കെ ഇത്തരത്തിൽ സാഹുകാരിൽ നിന്ന് പണം കടം വാങ്ങി ഈ പണം അവര് കൃഷി ഉൽപ്പന്നങ്ങളിലൂടെയാണ് തിരികെ നൽകിയിരുന്നത്. ഈ കർഷക ഉൽപ്പന്നങ്ങളുടെ വലിയൊരു പങ്ക് സാഹുകാരന്മാര് കൈക്കലാക്കിയിരുന്നു. ഭാവിയിലും പണത്തിനും വായ്പക്കുമായി കർഷകർക്ക് ഇവരെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നതിനാൽ പണമിടപാടുകാർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗം വിട്ടു നൽകാൻ കർഷകർ, അതായത് അവരുടെ ഉൽപ്പന്നം, കാരണം ഈ പൈസ പിന്നെയും ആവശ്യം വരുന്നുള്ള ഉറപ്പായതുകൊണ്ട് തന്നെ പിന്നെയും എന്താണ് അവർ പറയുന്നതിനനുസരിച്ച് അവരുടെ പണമിടപാടുകാരെ ആവശ്യപ്പെടുന്ന രീതിയിൽ തന്നെ ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗം വിട്ടു നൽകാൻ കർഷകർ നിർബന്ധിതരായി. ഈ കടബാധ്യതയാണ് കർഷകർക്ക് പണമിടപാടുകാർക്ക് കീഴിലെക്കാലത്ത് ജോലി ചെയ്യുന്നതെന്ന് ഉറപ്പാക്കി. ഇതിൽ ഈ ഒരു പണമിടപാട് രീതിക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു സവിശേഷ തൊഴിലായിരുന്നു ഭരണകൂടം ഇതിന് പിന്തുണക്കെ നൽകിയെന്നുള്ളത്. നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത് ബനിയ ഉസൂർസിനാണ്. ബനിയ പണമിടപാടുകൾ പടിഞ്ഞാറൻ ഇന്ത്യയിൽ പ്രധാനമായും ഗുജറാത്തിലും രാജസ്ഥാനിലും ഈ ഒരു പണമിടപാട് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത് ബനിയ ജാതിക്കാരായിരുന്നു. അതുകൊണ്ടോ ഈ ബനിയ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം 17-ാം നൂറ്റാണ്ടിൽ അവര് മഹാരാഷ്ട്രയിലേക്കും ഈ നിയന്ത്രണം വ്യാപിച്ചു. ഗുജറാത്തിൽ നിന്നുള്ള കുടിയേറ്റക്കാര്, ഗുജ്ജറുകള്, അതുപോലെ രാജസ്ഥാനിൽ നിന്നുള്ള മാർവാരികള് എന്നും ഇവരറിയപ്പെട്ടു. ഈ പിന്നീട് ബനിയകള് ബിസിനസ് എന്നത് ഒരു കുടുംബകാര്യ, എല്ലാ പുരുഷാംഗങ്ങൾക്കും ചെറുപ്പം മുതലേ ഇത്തരത്തിലുള്ള ബിസിനസ് മാനേജ്മെന്റിൽ
പരിശീലനം ഉണ്ടായിരുന്നു. ബനിയകൾ ബഹുമാനിക്കപ്പെടുന്ന ജാതിയായിരുന്നെങ്കിലും ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ആളുകളെ പറ്റിക്കുന്നതിലും അതുപോലെ കപടതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും സമർത്ഥ. അതായത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ ഒരു ലാഭക്കൊതി ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം എങ്ങനെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിൽ ആളുകളെ പറ്റിക്കാനും വേണ്ടാത്ത രീതിയിലുള്ള കപടതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിൽ ഇവരൊക്കെ സമർത്ഥരായിരുന്നു. ബനിയകൾ തങ്ങളുടെ ജാതിക്കുള്ളിൽ ശക്തമായിട്ടുള്ള ഒരു ഐക്യം നിലനിർത്തി മറ്റു ജാതിക്കാരെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ സാമൂഹികമായിട്ടുള്ള അകലം അവർ കൃത്യമായിട്ട് സൂക്ഷിച്ചു. അതായത് ഒരു ജാതി ഐക്യം അവർക്ക് ഉണ്ടായിരുന്നു. മറ്റുള്ള ജാതിക്കാർ ഇന്ത്യൻ ഡൈനിങ് ഒന്നും അവര് ചെയ്തിരുന്നില്ല. ജൈനമതമോ വല്ലഭാചാര വൈഷ്ണവ മതമോ ആയിരുന്നു ബനിയകളുടെ മതജീവിതത്തിലൊക്കെ നയിച്ചിരുന്നത്. ഈ രണ്ട് വിശ്വാസങ്ങളും മൂലധനം സമാഹരിക്കുന്നതിന് അവർക്ക് ധാർമ്മികമായിട്ടുള്ള പിന്തുണ നൽകി. ചാരിറ്റി അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് ദൈവ പുണ്യം, അതായത് ഡിവൈൻ നേടാനുള്ള ഒരു മാർഗമായിട്ട് കണ്ടു എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ വരവും അവരുടെ ബനിയകളുടെ നിയന്ത്രണത്തെ കൂടുതൽ ശക്തമാക്കി. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ കർഷകർക്കുള്ള വായ്പകൾ പണമിടപാടുകാർ വഴിയാണ് നൽകിയിരുന്നത്. ഇത്തരത്തിലുള്ള ഈ 19ാം നൂറ്റാണ്ടിന്റെ മധ്യപകുതി വരെ ബ്രിട്ടീഷുകാരെ നികുതി പിരിച്ചിരുന്നത് കർഷകരിൽ നിന്ന് പണം വാങ്ങിയിരുന്ന ഈ ഒരു സാഹുകാരന്മാർ വഴി, നേരത്തെ പറഞ്ഞ സാഹുകാരന്മാർ വഴിയായിരുന്നു. കടം തിരിച്ചടക്കാനുള്ള നിയമപരമായിട്ടുള്ള നിയമങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി എന്നുള്ളതാണ്. പിന്നീട് അർദിമാന്റെ നിരീക്ഷണം അനുസരിച്ച് ഈ ഒരു ബന്ധം കേവലം സാമ്പത്തിക നേട്ടങ്ങൾക്കും അപ്പുറമായിരുന്നു. കർഷക കുടുംബങ്ങളും ബനിയ കുടുംബങ്ങളും തമ്മിൽ ഈ ഒരു തലമുറകളുള്ള ബന്ധം ഉണ്ടായിരുന്നു. ഈ ബനിയ ജാതി കൗൺസിലുകളിലെ കർശനമായ കമ്മ്യൂണിറ്റി നിയമങ്ങൾ കാരണം ബനിയയുടെ കീഴിലുള്ള കർഷകന് മറ്റൊരു ബനിയ കുടുംബം കടം കൊടുക്കുക. അതായത് ഓരോ ബനിയക്ക് കീഴിലും ഇത്ര കർഷകർ അല്ലെങ്കിൽ ഇത്ര ഇതുണ്ടാവും, അവർക്ക് മാത്രം. അല്ലാതെ വേറൊരു ബനിയക്ക് ഒരു ബനിയക്ക് എന്താണ് വേറെ ബനിയയുടെ കീഴിലുള്ള കർഷകർക്ക് കടം കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. കർഷകരെ സംബന്ധിച്ച് എന്താണ്, ഈ കടം തരുന്ന ബനിയ കുടുംബം ഒരു സംരക്ഷകനെ പോലെ, കാരണം അവർക്ക് പൈസ കിട്ടിയല്ലേ. കർഷക കുടുംബം പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിലേക്ക് വീണു പോകാതിരിക്കാൻ ഇത്തരത്തിൽ ബനിയകൾ ശ്രദ്ധിച്ചു. കാരണം കർഷകർ നശിച്ചാല് ബനിയയുടെ ബിസിനസ് നശിക്കില്ല. അപ്പോൾ കർഷകർക്ക് മാക്സിമം പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു ഇവരുടെ. കാരണം കർഷകരില്ലാതായി കഴിഞ്ഞാൽ ബനിയകളുടെ അവകാശങ്ങൾ ഇല്ലാതാവുമല്ലോ. കാരണം അവർക്ക് ബിസിനസ് നടക്കൂല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില സ്ട്രാറ്റജീസ് ഇവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് കൃത്രിമ ക്ഷാമം ചാരിറ്റി. മഴ പെയ്യാതിരിക്കുമ്പോഴോ വിളവ് കുറയുമ്പോഴോ ബനിയകള് ധാന്യങ്ങൾ പൂഴ്ത്തി വെക്കുന്നത് വലിയ ക്ഷാമങ്ങൾക്ക് കാരണം. എന്നാൽ ഈ ക്ഷാമകാലത്ത് അവർ കർഷകർക്ക് എന്താണ് ദാനധർമ്മങ്ങളുടെ പേരിൽ ഭക്ഷണം അവര് സ്വന്തം പൂഴ്ത്തി വെപ്പിച്ച് ഒരു ക്ഷാമം ഉണ്ടാക്കി. അതെന്ത് ചെയ്തു, എന്നിട്ട് ആ ക്ഷാമകാലത്ത് അവരെന്ത് ചെയ്തു, കർഷകർക്ക് ദാനധർമ്മങ്ങളുടെ പേരിൽ ഭക്ഷണമൊക്കെ നൽകി. തങ്ങളുടെ പൂഴ്ത്തിവെപ്പ് കൊണ്ടാണ് ഈ ക്ഷാമം ഉണ്ടായതെന്നുള്ള വസ്തുത മറച്ചുകൊണ്ടാണ് കർഷകരുടെ രക്ഷകരായിട്ട് ഇവർ വന്നത്. അതുപോലെ ഈ അനീതിയും ചൂഷണങ്ങളും പ്രതിരോധമില്ലാതെ കടന്നുപോയില്ല. ബനിയകളുടെ ചൂഷണത്തിനെതിരെ ഡെക്കാനിലും സാർദ്രയിലും ഉണ്ടായ കർഷക കലാപങ്ങളെ കുറിച്ചും അർദിമാന് പറയുന്നുണ്ട്. അതായത് ചില കലാപങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. അല്ലാതെ കാരണം അവര് കുറേക്കൊന്നും ഒരാളെ പറ്റിച്ചാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നീട് ബനിയകളെ കുറിച്ചുള്ള ഹെജിമണി, അന്റോണിയോ ഗ്രാംഷി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ആശയമാണ് ഹെജിമണി എന്ന് പറയുന്നത്. പ്രബല വിഭാഗം മറ്റ് ജനവിഭാഗങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ജീവിതത്തിന്മേൽ പുലർത്തുന്ന ആധിപത്യത്തിനെയാണ് ഹെജിമണി. ഇവിടെ ശരിക്കും എന്താണ്, ബനിയകൾ എന്താണ് കർഷകരുടെ മേലിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ചെയ്യുന്നത്. അപ്പൊ ഹെജിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്റോണിയോ ഗ്രാംഷി രൂപപ്പെടുത്തിയ ഒരു ആശയമാണ്. ഒരു പ്രബല വർഗം, നമ്മളിപ്പോ ഡോമിനന്റ് കാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു വാക്കാണ് ഹെജിമണി. ഒരു പ്രബല വർഗം മറ്റു ജനവിഭാഗങ്ങളുടെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ജീവിതത്തിന്മേൽ പുലർത്തുന്ന ഒരു ആധിപത്യത്തെയാണ് ഹെജിമണി എന്ന് വിളിക്കുന്നത്. ഈ ഹെജിമണി എന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ബനിയകൾ എങ്ങനെയാണ് ഗ്രാമീണരുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും അധികാരത്തിനായി ഉപയോഗിച്ചു എന്നാണ് അർദിമാൻ വിശദീകരിക്കുന്നത്. ഓക്കെ. അതുപോലെ ചൂഷണങ്ങളെയും അതിനെതിരെയുള്ള പ്രതിരോധങ്ങളെയും ഒരുപോലെ രേഖപ്പെടുത്തുന്നതിലൂടെ കീഴാളരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വീക്ഷണത്തെ കെട്ടിപ്പടുക്കാനാണ് അർദിമാൻ ശ്രമിക്കുന്നത്. ദക്ഷിണേഷ്യൻ ചരിത്രത്തില് കൊളോണിയൽ കാലഘട്ടമാണ് ഈ അർദിമാന്റെ എഴുത്തുകളിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്താ വെച്ചാല്, അന്യമായി ഉയർന്ന പലിശക്ക് പണം നൽകുന്ന ആളുകളാണ് ഉസൂർസ് എന്ന പേരിൽ അറിയുന്നത്. ബനിയകളെ സാമ്പത്തിക പ്രത്യയശാസ്ത്ര അധികാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ബാങ്കുകൾ ഉസൂർസ് എന്ന് പറയുന്നത് എന്താണ്,
ബാങ്കുകൾ വന്നിട്ടും ഷൗക്കർസ്, ഗ്രാമങ്ങളിൽ ഇവരെ അറിയപ്പെടുന്നത് സാഹുകാർസ് എന്നാണ്. സാഹുകാർസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്കുകൾ വന്നിട്ടും പണമിടപാടുകൾ ഗ്രാമങ്ങളിൽ സ്വാധീനം നിലനിർത്തി പണമിടപാടിനെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ കൂടി കാണണമെന്ന് അവർ പറഞ്ഞു. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. അതായത് ഈ ഫീഡിങ് ദ ബനിയ എന്ന് പറയുന്നതാണ് പശ്ചിമ ഇന്ത്യയിലെ കർഷകരും പണമിടപാടുകാരും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇത്. ബനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസ കൊടുക്കുന്ന ആളുകൾ. കൊളോണിയൽ ക്യാഷ് ടാക്സ് സമ്പ്രദായ ചൂഷണമാണ് ഇത് ഉണ്ടായത്. അവർ ചെയ്തിരുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൃത്രിമമായിട്ട് ക്ഷാമം സൃഷ്ടിക്കാം. കർഷകരൊപ്പാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ക്ഷാമം സൃഷ്ടിച്ച് അവർക്ക് എന്ത് ചെയ്യുക, ഈ ചാരിറ്റിയുടെ പേരിൽ അവരെ കർഷകരെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇത്തരത്തില് കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതാവും. അതിന് പിന്നെ അതിന് അദ്ദേഹം പറയുന്ന ഒരു വേർഡാണ് ഹെജ്മണി എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഹെജ്മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രാംഷി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ആശയമാണ്. ഒരു പ്രബല വർഗം മറ്റ് ജനവിഭാഗങ്ങളുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ജീവിതത്തിന്മേൽ പുലർത്തുന്ന ഒരു ആധിപത്യത്തെയാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിൽ കിയാളെ ചരിത്രരചനയെ കുറിച്ച് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. പിന്നെ അർദിമാന്റെ മേഖല ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഈ ഭാഗങ്ങളാണ് ഇതില്. അപ്പൊ ഇതില് അർദിമാന്റെ ഇതിൽ 2 കാര്യങ്ങളാണ്. ദ കമ്മിങ് ഓഫ് ദേവി, ആ ദേവിയുടെ കൽപ്പന, പ്രധാനമായിട്ടും അവരെ നന്നാക്കാനുള്ള ആ ഒരു കൽപ്പനയും, പിന്നെ ഈ പറഞ്ഞ ഫീഡിങ് ഓഫ് ബനിയ, ആ ഒരു കർഷകരെ പ്രശ്നം നേരിടുമ്പോൾ ബനിയകളുടെ റോൾ എന്താന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഓക്കെ ആണോ? അത്രയാണ് ഇതില് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, ഓക്കെ ആണോ? യെസ് സർ. ക്ലിയർ ആയില്ലേ? ആ, ഒന്നുകൂടെ വായിക്കണേ. വായിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. ബുക്ക് കിട്ടിയില്ല പക്ഷെ. ബുക്ക് കിട്ടിയില്ലേ? നിങ്ങളെ ഓൺലൈൻ ഇല്ലേ തൽക്കാലം? അത് വെച്ച് കാര്യത്തിൽ ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്യും, എന്താണ് സ്റ്റാറ്റസ് എന്ന് ചോദിച്ചിട്ട്. പ്രിന്റ് ചെയ്യണമെന്ന് പറയുന്നു. പ്രിന്റിങ്ങിലാ? ഓക്കെ, വേഗത കിട്ടുന്നുണ്ടാവും എന്തായാലും. ഓക്കെ അല്ലേ? ഓക്കെ സാർ. സ്റ്റോപ്പ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇനി വായിക്കാം, കുറച്ച് വായിക്കാം. ഓക്കെ, ശരി. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കേട്ടോ. ശരി, നമസ്തേ സാർ. Thank you.